ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ ആദരിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ അംബിയാ മുർസലീങ്ങളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിലൊന്നുൾപ്പെടാനും അല്ലാഹു നമുക്കും നമ്മെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണത്തെ നിങ്ങളാരും ഇപ്പൊ പ്രതീക്ഷിക്കൂല. കാരണം തണുപ്പിങ്ങനെ കൂടി വരികയാണ്. അതിൻ്റെ സിഗ്നല് എൻ്റെ രണ്ട് മൂക്കും ഇവിടെ എത്തുമ്പോൾ തന്നെ സിഗ്നലൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വളരെ നിസ്സാരമായ തണുപ്പായിരിക്കും. കാരണം നിങ്ങൾ തണുപ്പ് തന്നെ ജനിച്ചു വീണവരാണ്. അതുകൊണ്ട് ഒരു നീണ്ട പ്രസംഗം ഞാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾ പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. അല്ലാഹു പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തലമുറകൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം മനുഷ്യനായിരുന്നു. മനുഷ്യരുടെ തലമുറകൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നൂറുകണക്കിന് തലമുറകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും ഉപ്പമാരുടെയും ഉപ്പാപ്പമാരുടെയും തലമുറകൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു തലമുറ എന്ന് പറയുന്നത് 40-50 വയസ്സുള്ള ആളുകളുടെ തലമുറ അതിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഇത് ലോകത്ത് എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൽ മാറ്റമൊന്നുമില്ല. വർഷങ്ങളിൽ ചിലപ്പോൾ മാറ്റമുണ്ടാകാം. മഹാനായ നബിയുല്ലാഹി നൂഹ് അലാ നബീന അലൈഹിസ്സലാം 900 കൊല്ലം ദഅവത്ത് നടത്തിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 900-ലേറെ കൊല്ലം ജീവിച്ചിട്ടുണ്ട് മഹാനായ നബിയുല്ലാഹി നൂഹ് അലാ നബീന അലൈഹിസ്സലാം. പിന്നീട് ആയുസ് ചുരുങ്ങി ചുരുങ്ങി അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 900-ന്റെ 10-1 പോലുമില്ല, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എൻ്റെ സമുദായത്തിന്റെ ആയുസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കിയാൽ നമ്മളെ ജീവിതം, നമ്മളെ മരണം കുട്ടിക്കാലത്തുള്ള മരണമാണ്.
അല്ലെ? നൂഹ് നബി അലൈഹി ഇസ്ലാം 900 കൊല്ലം ജീവിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ 70 കൊല്ലം ജീവിക്കുന്ന നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ എണ്ണാൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് പറ്റും. അപ്പൊ ഒരുപാട് തലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയി. ആ തലമുറകളിലെല്ലാം മഹാനായ നബിയുല്ലാഹി അബുൽ ബഷർ ആദം അല നബീന അലൈഹിസ്സലാം അവിടുത്തെ മക്കളാണ് മുഴുവൻ ജനങ്ങളും. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കുരങ്ങന്റെ മക്കളാണ് എന്നല്ല, അത് ഡാർവിന്റെ സിദ്ധാന്തമാണ്. മുസ്ലിമിന്റെ വിശ്വാസം നമ്മൾ കുരങ്ങന്റെ മക്കളാണ് എന്നല്ല. അല്ലെങ്കിൽ നമ്മളാരും അതുപോലെയുള്ള ഏതോ ജീവിയിൽ നിന്ന് പരിണാമിച്ചുണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം ശാസ്ത്രത്തെ വിശ്വസിച്ച് അള്ളാഹുവിനെ പരിചയമില്ലാത്ത വിഡ്ഢികളെ കൂട്ടത്തിലല്ല മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കുരങ്ങനിൽ നിന്ന് ഉണ്ടായവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മൾ ആദ്യത്തെ ഉപ്പാപ്പയാണ് നബിയുല്ലാഹി ആദം അലാ നബിയിന അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുകയും മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ച് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അല്ലാഹു തആല മനുഷ്യനെ പഠിച്ച് മലക്കുകളോട് പറഞ്ഞു, ഭൂമിയിലേക്ക് ഞാൻ എൻ്റെ ഒരു ഖലീഫയെ ആക്കിയിട്ടുണ്ട്. മലക്കുകൾ ഉടനെ ചോദിച്ചു, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ, എന്തിനാണ് പടച്ച റബ്ബേ ഇവരെ ഭൂമിയിലേക്ക് അയച്ചത്? രക്തം ചിന്താനും ഫസാദുകൾ ഉണ്ടാക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പല അഭിപ്രായ ഭിന്നതകളുടെയും പേരിൽ തർക്കിക്കാനും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടുള്ള ജീവിതം, അങ്ങനൊക്കെ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണോ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഞങ്ങൾ നിന്റെ മഹത്വത്തെ ഉന്നമനത്തിലേക്ക് ഉയർത്തിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ദിക്റുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മലക്കുകൾ ചെയ്യാത്ത ആരാധനകളിലെ എല്ലാ ഇബാദത്തുകളും അവർ ചെയ്യുന്നുണ്ട്. തസ്ബീഹുകളും തഹ്മീദുകളും റുക്കൂകളും സുജൂദുകളും എല്ലാം തികഞ്ഞ നിലക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെ പോലെയല്ല. നമ്മൾ ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം രാവിലെ സുബ്ഹി നിസ്കരിച്ചവരാണ് എൻ്റെ മജ്ലിസിൽ ഇരിക്കുന്നവരെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു നമുക്ക് മരണം വരെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നുപോയതിന്റെ പേരിലോ രോഗത്തിന്റെ പേരിലോ പ്രയാസങ്ങളുടെ പേരിലോ നിസ്കാരത്തിൽ നിന്ന് അകലേണ്ട ഒരവസ്ഥ അള്ളാഹു നമുക്കാർക്കും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. അല്ലെ, രാവിലെ എല്ലാവരും സുബഹി നിസ്കരിച്ചവരാണ്. സുബഹി നിസ്കാരത്തിലെ ആദ്യത്തെ ഫർളാണ്. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോ ഒന്നാമത്തെ ഫർള് എല്ലാവർക്കും അറിയുന്ന ഫർളാണ്, മുസ്ലിമീങ്ങൾക്ക് അറിയുന്ന ഫർളാണ്. അല്ലെ, ഒരു വിശ്വാസിക്കറിയാ നിയ്യത്താണ് ആദ്യത്തെ ഫർള്. ആ നിയ്യത്ത് ഇന്ന് രാവിലെ സുബ്ഹി നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു അമലാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അല്ലേ, നാവ് കൊണ്ട് പറയുന്നതിനാണോ നിയ്യത്ത് എന്ന് പറയാ? ആണോ? അല്ല. ഉസല്ലി ഫർള് സുബ്ഹി എന്ന് നാവ് കൊണ്ട് പറയുന്നതിനാണോ? അല്ല. അല്ലെങ്കിൽ നോമ്പെടുക്കുമ്പോ നവൈത്തു ഞാൻ കരുതി എന്ന് പറയുന്നതിനാണോ നിയ്യത്ത് എന്ന് പറയാ? അല്ല, നിയ്യത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ മൗലിയാരെ ഉസല്ലി എന്ന് പറയുന്നത് എന്തിനാ നവൈത്തു എന്ന് പറയുന്നത്? അത് പറയുമ്പോ ഉള്ളിൽ ഉണ്ടാകലാണ്. ഇനി അതിന്റെ പേരിൽ കുറെ വസ്വാസാകേണ്ടിയില്ല. ചില ആളുകളുണ്ട് ഈ ഉസുങ്ങ് തീരൂല.
എന്തിന്റെ പേരിൽ ഈ ഉസ് പറഞ്ഞ് തീരാത്തത്? പഠിച്ചോനെ എന്റെ ഉള്ളിൽ നിയ്യത്തായിട്ടില്ലേ? നിയ്യത്ത് എന്ന് പറഞ്ഞ സാധനം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ഉസല്ലി ഫർള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. അല്ലാതെ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മനസ്സിൽ ഉണ്ടാവോ പഠിച്ചോനെ ഞാൻ ചോറിക്കാൻ നിൽക്കുകയാണ് എന്നുണ്ടാവോ? നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മനസ്സിൽ കൈകെട്ടാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഉസല്ലി ഫർള സുബ്ഹി എന്ന് പറയുമ്പോ അവന്റെ ഹൃദയത്തിൽ ഞാൻ നിസ്കരിക്കാന്നല്ലാതെ അവന്റെ ഹൃദയത്തിൽ ഞാൻ നോമ്പെടുക്കുകയാണ് എന്നാണോ അവന്റെ ഹൃദയത്തിൽ വരുന്നത്? അല്ല. അതേ സ്ഥാനത്ത് സാന്നിധ്യമുണ്ടോ ഇല്ലേ അത് മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേ സ്ഥാനത്ത് നീയത്തിന്റെ പേരിൽ നമ്മൾ ഉസ് എന്ന് പറഞ്ഞിട്ട് നീയത്ത് തുടങ്ങാൻ വൈകിട്ട് നിസ്കാരം കളായി പോകുന്ന സ്വഭാവം ഉണ്ടാകരുത്. അങ്ങനെ ചിലപ്പോ വസ്വാസം ഉണ്ടായാൽ കല്യാണത്തിന് ഇരുന്നാലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. ചിലർക്കൊന്നും അത് കല്യാണത്തിൽ അങ്ങനെ കാണില്ല അല്ലേ? നിക്കാഹിന്റെ സദസ്സിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ കബിൽത്തു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ കബിൽത്തു അറിയുമ്പോഴും അതുപോലെ അങ്കഴത്തുക്ക വിന്തി എന്ന് പറയുമ്പോഴൊന്നും ആ വസ്വാസ് പലപ്പോഴും കാണില്ല. നിസ്കരിക്കാൻ എഴുന്നേറ്റ് വെക്കുമ്പോ വല്ലാത്തൊരു വസ്വാസ്, അത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത്തരം വസ്വാസ് മാറാൻ ഏറ്റവും നല്ല സൂക്തമാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അത് ഓതിയാൽ അത്തരം സൂക്കേട് മാറാൻ നല്ലതാണ്. അല്ലാഹു അത്തരം രോഗം നമുക്ക് ആർക്കും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അത് വലിയ ബഹുമാനാണെന്ന് വിചാരിക്കരുത്, മറിച്ച് അതൊരു ശൈത്താനീയത്താണ്. കാരണം നമ്മളെ ഇബാദത്തിനെ ചിലപ്പോ ഉസ് എന്ന് പറഞ്ഞ അവസാനം എന്തോ ശല്യായാലും ഇല്ല അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈകെട്ടുന്ന അവസ്ഥയാവും. കാരണം ഇത് തീർന്നില്ലെങ്കിൽ ഇപ്പം ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പൊ നിസ്കാരങ്ങളായി പോകുന്നു വരുമ്പോ പിന്നെ കിടക്കുന്ന ഉസിലങ്ങ് നിസ്കാരം തീർന്നു പോകും. അങ്ങനെയാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് രാവിലെയും ഉസല്ലി ഫർള സുബ്ഹി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിൽ കരുതി ആ നിയ്യത്തിനെ നാവ് കൊണ്ട് പറഞ്ഞ് സുന്നത്ത് എടുത്തുകൊണ്ട് നിസ്കരിച്ചവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ആ ഇന്നത്തെ സുബഹി നിസ്കാരത്തിലെ ലില്ലാഹി തആല എന്ന് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ പറയുന്ന ഒരു സമയമുണ്ട് നിയ്യത്തില്. ആ നിയ്യത്തിൽ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ച് സുന്നത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെങ്കിലും നമ്മളെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ എന്ന ഒരു ഭയം, ഒരു പേടി, ഒരു ചിന്ത നമ്മളെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ നിസ്കാരത്തെ കുറിച്ചല്ല, കഴിഞ്ഞു പോയ കാലയളവിലുള്ള മുഴുവൻ നിസ്കാരത്തെ കുറിച്ചുമല്ല ഞാൻ ചോദിച്ചത്. ഇന്നത്തെ എന്റെ സുബഹിയിലെ നമ്മളെ സുബഹിയിലെ നിസ്കാരത്തിൽ ലില്ലാഹി തആല എന്ന് പറയുമ്പോ ആ റബ്ബിനോട് നിനക്ക് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് പറയുമ്പോ ഒന്നു എടുത്തിട്ടുണ്ട്, നിസ്കരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്, എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതൊക്കെ ശരിയാണ്. പക്ഷെ ആ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നൊരു മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങളോട് ചോദിക്കണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർണാടകയിലെ ഒരു മന്ത്രി നമ്മളെ മജ്ലിസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ സ്പീക്കർ മജ്ലിസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞാൽ, മന്ത്രിയുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞാൽ, ആരാ പ്രധാനമന്ത്രി, ആരാ മുഖ്യമന്ത്രി, ആരാണ് ഈ പറയുന്ന ആളുകള്? നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് മേലെ എത്തിയിട്ട് അധികാരത്തിലെത്തിയവരാ അല്ലേ? നമ്മളെല്ലാരും വോട്ട് ചെയ്തിട്ടാണ്, ആ വോട്ടിന്റെ ഫലം കൊണ്ടാണ് പലരും ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്നത് അല്ലേ? അല്ലാതെ സ്വയം ഞാൻ പ്രധാനമന്ത്രിയായി ചമഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഉണ്ടായതാ അല്ല. അല്ലെങ്കിലോ അങ്ങനെ ഉണ്ടായിട്ട് വളർന്നു വന്ന മന്ത്രിമാരാണോ നമ്മുടെ നാട്ടിലെ മന്ത്രിമാര്? അല്ല. അവരൊക്കെയും സ്ഥാനത്തെ അർത്ഥിച്ച് അല്ലെ, ഭക്ഷണത്തോടുള്ള ആർത്തി എന്നെല്ലാം കേട്ടില്ലേ, അതുപോലെ സ്ഥാനത്തെ അർത്ഥിച്ച്. ആർക്കും എന്നോട് വെറുപ്പൊന്നും പിടിക്കണ്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സ്ഥാനമുണ്ടാകണം എന്നാർത്തിച്ച് ആ ആർത്തി കൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അധ്വാനിച്ച് ജയിച്ചതാണ് അല്ലേ? ആ ഒരു വോട്ടിന് വേണ്ടി എത്രയാണ് കഷ്ടപ്പെട്ടിട്ട് ഓരോ പൗരന്റെ അടുക്കലും ഒരു വോട്ട് കിട്ടാൻ വേണ്ടി എത്രയാണ് അവർ കഷ്ടപ്പെടുന്നത് എന്നറിയോ? കാരണം ഒന്നിനാണോ തോക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഒരാളെ പോലും വോട്ടിന്റെ സമയത്ത് ചൊടിപ്പിക്കാൻ അവര് തയ്യാറാകൂല. എല്ലാരെയും കൂട്ടിപ്പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മളെ വോട്ട് കൊണ്ട് വിജയിച്ച് നമ്മളാൽ തെരഞ്ഞെടുത്ത മന്ത്രിയുടെ മുന്നിൽ, MLA മുന്നിൽ, MP മുന്നിൽ, സ്പീക്കറുടെ മുന്നില് നമ്മൾ ഇന്ന് രാത്രിയില്
ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവാണ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ അതിനൊരുങ്ങുന്നത്? വീട്ടിലുള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം നോക്കി ധരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരുക്കത്തെ ഒരുങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അവരെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ സ്റ്റാൻഡേർഡ് ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിക്കും. അവരെ മുന്നിൽ നമ്മളെ വിജയിപ്പിച്ചവരാണെങ്കിൽ പോലും അവരെ മുന്നിൽ അതിൻ്റെതായ അർത്ഥത്തിൽ എഴുന്നേറ്റ് നിൽക്കണം എന്നൊരു ബോധം നമ്മളെ മനസ്സിനെ പിടികൂടിക്കൊണ്ടിരിക്കും. അപ്പോയിന്റ്മെന്റ് കിട്ടിയത് മുതൽ പലപ്പോഴും ആ ദിവസത്തെ ഓർമ്മിച്ച് അന്നാണ് നിങ്ങൾ ഓർമ്മിച്ച് താലോലിച്ച് കൊണ്ടു നടക്കും. ആ അപ്പോയിന്റ്മെന്റിന് വേണ്ടി എത്രയോ കാത്തിരിക്കും. എന്തുകൊണ്ട്? ആ നമ്മൾ പോകുന്ന ആളോടുള്ള നമ്മളെ ഹൃദയത്തിലുള്ള മതിപ്പ്, അല്ലെങ്കിൽ അവരോട് ഹൃദയത്തിൽ നമുക്കുള്ള ബഹുമാനം, അവരെ സ്ഥാനത്തോടുള്ള ആദരവ്, അവരെ സ്ഥാനത്തോടുള്ള ബഹുമാനം വകവെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലേ? എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടാണോ അല്ലാഹു തആല പടച്ചോനായത്? ആണോ? അല്ല. നമ്മളെ വോട്ട് വേണോ? 5 കൊല്ലം കഴിയുമ്പോൾ പടച്ചോനോട്, പടച്ചോനെ കൊല്ലം കഴിഞ്ഞു, ഇനി രണ്ടാമത് പടച്ചോനാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അപ്പൊ നോക്കാം. കഴിഞ്ഞ വർഷം ഞാൻ 3 യാസീൻ ഓതിയിട്ട് വേണ്ടതുപോലെ പരിഗണിക്കാത്തതൊക്കെ നമുക്ക് അപ്പൊ പറയാം. അങ്ങനെയാണോ ഒരു മുസ്ലിം വിശ്വസിക്കുന്ന പടച്ചവൻ എന്ന് പറയുന്നത്? ഭീഷണിപ്പെടുത്തി വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ പേടിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു അല്ലാഹുവിനോട് ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന പടച്ചോനാണോ മുസ്ലിമിന്റെ പടച്ചോൻ എന്ന് പറയുന്നത്? അല്ല. വിശ്വാസി, യഥാർത്ഥത്തിലുള്ള ഒരു മൂമിൻ വിശ്വസിക്കുന്ന പടച്ചവൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള റബ്ബാണ്, അല്ലേ? എല്ലാറ്റിനും കഴിവുള്ള റബ്ബാണ്, പരിധിയില്ലാത്ത റബ്ബ്, എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബ്. ഉറുമ്പ് മുതൽ അല്ല, കണ്ണുകൊണ്ട് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത അതേ മൈക്രോസ്കോപ്പുകളും മറ്റു തന്ത്രങ്ങളും ഇതേ തന്ത്രങ്ങളും ഉപയോഗിച്ച് കാണേണ്ട ജീവികളെ പോലും എല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ മഹത്വമുണ്ടോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നു? ആ റബ്ബിന്റെ ബഹുമതിയുണ്ടോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നു? അവന്റെ ബഹുമാനമുണ്ടോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ആ റബ്ബ് ആരെയും ആശ്രയിച്ച് ജീവിക്കുന്നവൻ അല്ലേ? അല്ല. മലക്കുകൾ ആശ്രയിച്ച് ജീവിക്കുന്നവനാണോ? അല്ല. അവൻ എന്തെങ്കിലും അറിയണമെങ്കിൽ മലക്കുകൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. പിന്നെ മുസ്ലിയാരെ ഖുർആൻ പറഞ്ഞതോ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല റഖീബ് അതീദ് അലൈഹിസ്സലാം 2 മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മലക്കുകൾ മുഖേനയാണല്ലോ റബ്ബ് അറിയുന്നത്. റഖീബ് അതീദ് അലൈഹിസ്സലാം ഞങ്ങളെ ഫയലും ഞങ്ങളെ ഡാറ്റയൊന്നും തരൂല എന്ന് പറഞ്ഞാൽ പടച്ചോന് ഡാറ്റ കിട്ടാത്ത പ്രയാസം ഉണ്ടാകുമോ? ഇല്ല. പടച്ച റബ്ബിന് അതിന്റെ ഡീറ്റെയിൽ കിട്ടാത്ത പ്രയാസം ഉണ്ടാകുമോ? ഇല്ല. ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളെ, നിങ്ങൾ അറിയാത്തതും അറിയുന്ന റബ്ബാണ് ഞാൻ. നിങ്ങൾ അറിയണം എന്ന് കരുതിയാൽ അറിയാത്തത് എന്തെല്ലാം ഈ ലോകത്തുണ്ട് എന്നറിയോ? എന്തിലധികം പറയാനാ? മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ അമ്പിയാക്കൾക്കും വഴി എത്തിച്ചു കൊടുത്ത പ്രവാചകനാണ്. ആ മഹാനായ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടക്കാൻ പെർമിഷൻ ഇല്ലാത്ത, അറിയാൻ പ്രയാസമില്ലാതെ, അറിയാൻ പ്രത്യേക മാർഗമില്ലാത്ത ഏതെല്ലാം മേഖലകളുണ്ടെന്നറിയോ? എല്ലാം അറിയുന്നവനായി ലോകത്തൊരാളേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഏത് മലക്കുകൾ അറിഞ്ഞാലും, ഏത് അമ്പിയാക്കൾ അറിഞ്ഞാലും, ഏത് മുർസലീങ്ങൾ അറിഞ്ഞാലും, ഏത് ഔലിയാക്കൾ അറിഞ്ഞാലും, ഏത് ആലിമീങ്ങൾ അറിഞ്ഞാലും, ഏത് സാലിഹീങ്ങൾ അറിഞ്ഞാലും, ഏത് പണ്ഡിതൻ അറിഞ്ഞാലും, ഏത് ഡോക്ടർ അറിഞ്ഞാലും, ഏത് എഞ്ചിനീയർ അറിഞ്ഞാലും, ഏത് പാമരൻ അറിഞ്ഞാലും, വിവരമുള്ളവൻ അറിഞ്ഞാലും വിവരമില്ലാത്തവൻ അറിഞ്ഞാലും, എല്ലാ അറിവിന്റെയും ക്രെഡിറ്റ് ഒരാൾക്കേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മനുഷ്യനുള്ള എല്ലാ അറിവുകളും പടച്ചു കൊടുക്കുന്നവനായി ലോകത്ത് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലേ? ആ റബ്ബല്ലാതെ യഥാർത്ഥത്തിലുള്ള അറിവിന്റെ ഉടമസ്ഥൻ ആരാണ്? ഒരാളും ഇല്ല.
ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അറിയുന്ന നേതാവാണ്. അവിടുത്തെ അറിവും സ്വയം അറിവല്ല, അവിടത്തേക്കും അള്ളാഹ് അറിയിച്ചു കൊടുത്ത അറിവല്ലാതെ ഇല്ല. ഇതല്ലേ ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാ അറിവിന്റെയും യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. നമ്മൾ അറിവ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ സദസ്സിൽ തന്നെ നല്ല തണുപ്പാണല്ലോ, പുതപ്പൊന്നും ഇല്ലെങ്കിലും ആ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ വയലിങ്ങനെ കേൾക്കും. അങ്ങനെയാണല്ലോ ഖുർആൻ ഓതുമ്പോ വയൽ കേൾക്കുമ്പോ അങ്ങനെയൊക്കെയാ ഉറക്ക് വരിക അല്ലേ. പലപ്പോഴും കിടക്കുന്ന സമയത്ത് ഉറക്ക് വന്നില്ലെങ്കിൽ ഏറ്റവും നല്ല പരിപാടിയാണ് ഒന്ന് ഖുർആൻ എടുത്ത് ഓതാൻ വേണ്ടി കൈ പിടിച്ചാൽ മതി. എന്നിട്ട് ഒരു പേജ് ഓതി തീരുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് ഉറക്കം വരും അല്ലേ. അങ്ങനെ പതിവില്ലേ അല്ലേ? ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടാ ഖുർആൻ പഠിച്ചത് അല്ല. അങ്ങനെ വിചാരിച്ചിട്ടായാലും അല്ലെങ്കിലും ഖുർആൻ തുറന്നിട്ട് ഓതാൻ തുടങ്ങുമ്പോൾ നല്ല ഉറക്കം വരും. നമ്മളെ ഇഖ്ലാസിന്റെ കുറവ് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമുക്ക് ഖുർആൻ ഓതുമ്പോൾ തന്നെ ഉറക്കം വരും. മഹാന്മാർ അങ്ങനെയല്ല, അവർ ഖുർആൻ ഓതുമ്പോൾ അവർക്ക് ഉറക്കമല്ല വരിക, കരച്ചിലാ വരിക. കാരണം എന്താണ്? നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അഭിനയിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് ഖുർആൻ ഓതണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നതിന്റെ ആദാബുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞത് കാണാം. ഖുർആൻ ഓതുന്നതിന്റെ ആദാബുകളിൽ പെട്ടതാണ് കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക. കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതാൻ, അത്തരം സമയങ്ങളിൽ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക. കരച്ചിൽ അഭിനയിക്കണം. എപ്പോൾ കരച്ചിൽ വരുന്നില്ലെങ്കിൽ, കരയേണ്ട ഇടങ്ങളിൽ കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഉറക്കം വരുന്ന സമയമാണ് ഇപ്പോ നല്ല ഖുർആൻ ഓതുന്ന സമയം. അല്ലെങ്കിലോ നല്ല പഠിക്കാനുള്ള എന്തെങ്കിലും വയല് കേട്ടാൽ, എന്റെ വയല് കേട്ടാൽ ചിലപ്പോൾ ഉറക്കം വരില്ല, കാരണം പഠിക്കാനൊന്നും കുറെ ഉണ്ടാവില്ല. വേറോട് ഉസ്താദിന്റെ വയല് കേട്ടാൽ, അതുപോലെ പഠിക്കുന്ന നല്ല ഒരുപാട് പഠിക്കാനുള്ള ആലിമികളെ വയല് കേട്ടാൽ അതിൽ നമുക്ക് വേഗം ഉറക്കം വരും. കാരണം നമ്മൾ പഠിക്കുമെന്ന് വല്ലാത്ത പേടിയായി ഇബ്ലീസിന്. അപ്പൊ മൂപ്പര് പരമാവധി അത് മുടക്കിക്കളയും അല്ലേ. എന്നോട് ചിലർ പറയും വയല് കേട്ടാൽ ചിലപ്പോൾ പാപ്പാന്റെ വയലും നിങ്ങളെ വയലും ചിലപ്പോൾ ദൂരേന്ന് കേട്ടാൽ മനസ്സിലാവൂല. ഞാൻ അവരോട് പറയലുണ്ട്, അതിന് നിങ്ങൾ കുറെ അധ്വാനിക്കേണ്ടതൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. പാപ്പാന്റെ വയലാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. എന്റെ വയലാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ കുളൂസേ ഉണ്ടാവുള്ളൂ, കുറെ പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ പറയലുണ്ട്. അള്ളാഹു പാപ്പക്ക് ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. എല്ലാ ആലിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഖുർആൻ ഓതുന്ന സമയം, വയല് കേൾക്കുന്ന സമയം, ഖുർആൻ കേൾക്കുന്ന സമയം നമുക്ക് ഉറക്കം വരും. അല്ലാതെയും രാത്രിയിൽ കിടന്നുറങ്ങും അല്ലേ. നാട്ടുകാർ കിടന്നുറങ്ങില്ലേ ഇല്ലേ? ഉറക്കിന്റെ പരിപാടി ഇല്ലേ ഇവിടെ ഇല്ലേ? പകലിൽ ഉറക്കും, രാത്രിയിൽ എണീറ്റ് കിടക്കലോ അല്ല. അത് മൂങ്ങയാണ്. മനുഷ്യന്മാരങ്ങനല്ല. മൂങ്ങാന്നല്ലേ ഇവിടെ പറയാ. എന്തേലും പറയാ? തേങ്ങാന്നാ പറയാ? അല്ല, മൂങ്ങാന്നല്ലേ പറയാ. തേങ്ങാന്ന് പറഞ്ഞാൽ അത് നമ്മളെ പ്ലാവിന്റെ മേലെ ഉണ്ടാകുന്ന സാധനല്ലേ? അല്ല, ഇവിടെ അങ്ങനെയല്ലല്ലോ. തെങ്ങിന്റെ മേലെ ഉണ്ടാകും. ഇവിടെ എന്താ മൂങ്ങക്ക് പറയാ? ഊമൻ. ഊമൻ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? രാത്രിയിലാണ് മൂപ്പർക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാകുക അല്ലെ? ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെ മാറ്റണ്ടോ? ഇല്ല, രാത്രിയിലാണ് മൂപ്പരെ കണ്ണിന് കാഴ്ച. മൂപ്പർക്ക് ഖുർആൻ ഓതണമെങ്കിൽ രാത്രിയിലായിരിക്കണം. മൂപ്പർ ഓതുവല്ലോ എന്നുള്ള വേറെ വിഷയം. നോക്കിയിട്ട് ഖുർആൻ ഓതുന്ന സുന്നത്ത് കിട്ടണമെങ്കിൽ മൂപ്പർക്ക് ഖുർആൻ ഓതണമെങ്കിൽ രാത്രിയിലാണ് മൂപ്പർക്ക് കാഴ്ച ഉണ്ടാകുക. മൊബൈൽ നോക്കിയിട്ടല്ല. അത് പിന്നെ പകലും രാത്രിയൊക്കെ കണക്കന്നെ. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഖുർആൻ ഓതണമെങ്കിൽ മൊബൈൽ നോക്കിയിട്ടാ ഖുർആൻ ഓതുക. ഓതണ്ടെന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെങ്കിലും ഓതട്ടെ. ഇനി അത് മുടക്കിന്ന് വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെങ്കിലും ഓതണം. ഖുർആൻ മൊബൈലിലാണെങ്കിൽ മൊബൈലിലെങ്കിലും നോക്കിയിട്ട് ഓതണം. അത് വേണ്ടാന്നല്ലേ ഞാൻ പറയുന്നത്. സ്ഥാനത്ത് മുസ്ഹഫ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, അത് നോക്കുന്നത് പോലും പുണ്യമാണ്. മൊബൈൽ നോക്കിയാൽ ഇതിന്റെ ഉള്ളില് ഖുർആൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിയാൽ ചിലപ്പോ എന്തെങ്കിലും കൂലി പഠിച്ചോന്റെ റഹ്മത്ത് കൊണ്ട് തരൂല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഖുർആനോടുള്ള ബഹുമാനം കൊണ്ടാണല്ലോ മൊബൈലിൽ ഖുർആൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നോക്കിയത്. അത് ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അള്ളാഹു റഹ്മാനാണല്ലോ. അള്ളാഹു നമുക്ക് അങ്ങനെല്ലാം കൂലി എന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതേ സ്ഥാനത്ത് മുസ്ഹഫ് നോക്കിയാൽ തുറന്നു നോക്കണമെന്നില്ല. ആ ഖുർആനിനെ നമ്മൾ നല്ല ബഹുമാനത്തോടെ നോക്കിയാൽ വലിയ പ്രതിഫലാണ്, വലിയ ബഹുമാനമാണ്. അങ്ങനെ നോക്കിയാൽ കൂലി കിട്ടുന്ന കുറെ ബഹുമാനമുണ്ട്. അതിൽ പെട്ടതാ ഭാര്യന്റെ മുഖത്ത് നോക്കല്, ഭർത്താവിന്റെ മുഖത്ത് നോക്കല്. അപ്പൊ ഒരാൾ പറഞ്ഞു, അത് തന്നെ നിങ്ങൾ വെറുതെ അല്ല വലിയ അതിന് കൂലിയുണ്ട് എന്ന് പറഞ്ഞത് വല്ലാത്ത പണിയുള്ള ഒരു പരിപാടിയാണ് അല്ലെ. ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കാനും ആലോചിക്കാനും ഒരു മനസ്സുണ്ടാകണമെങ്കിൽ, കാരണം ഇത് രാവിലെ നേരം വെളുത്താ ഓണായാ പിന്നെ വൈകുന്നേരം ഓഫാവുള്ളൂ അല്ലെ.
പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെയാ പറയാനുണ്ടാകല്. ഒരു ദിവസം അത് ഓഫായി നോക്കണം, അപ്പോഴാ കട്ടൻ ചായന്റെ രുചി മനസ്സിലാകല്. ഒരു ദിവസം അത് ഓഫായി നോക്കണം, ഒരു ദിവസം നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടാതിരിക്കണം, അപ്പോഴാ അതിന്റെ ബഹുമാനം മനസ്സിലാകല്. ചില പുരുഷന്മാർക്ക് അങ്ങനെ ഒരു തോന്നലാണ്, ഈ സ്ത്രീകൾക്ക് ഒരു പണിയില്ലല്ലോ, അടുക്കള ടു റൂം, റൂം ടു അടുക്കള, അടുക്കള ടു റൂം, ഇതിങ്ങനെ അങ്ങോട്ടും നടന്നാൽ മതി. നമുക്ക് നേരം വെളുത്താ വൈകുന്നേരം വരെ നീട്ടി വലിച്ച് നടന്നിട്ട് വേണം അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാന്. അല്ലെ, എത്ര നടക്കണം, എത്ര ഭാരം ചുമക്കണം, എന്തെല്ലാം ടെൻഷൻ അടിക്കണം, എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കണം, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കണം. മുതലാളിയുടെ ചൂട്, മാനേജറുടെ ചൂട്, HOD ചൂട്, അവരൊക്കെ ബഹുമാനവും അവരൊക്കെ ആദരിക്കല്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കാപ്പി വെക്കാൻ പോവാണെങ്കിലും അതിൻ്റെ ഒത്തും ഉണ്ടാവും ഒരു ലീഡർ, അയാളെ ചൂട്. എങ്ങനെയാണെങ്കിലും ഒരാളെ കീയല്, അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ച് ഇവരെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് ഒക്കെ വേണം. ഇവക്കെന്ത് സുഖാണ്, മരണം വരെ എന്നെ ബഹുമാനിച്ചാ പോരെ, അതിനെന്നെയാ ഓക്ക് പാട്. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്നെ ബഹുമാനിക്കാനാ വലിയ പാട്. അങ്ങനെ വിശ്വസിക്കാൻ നമുക്കും പറ്റുള്ളൂ. വെറും നമ്മൾ പുരുഷന്മാരെ കാര്യത്തിൽ മാത്രം നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ജോറാണ്, ഭയങ്കര പ്രയാസാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ത്രീയൊക്കെ ഭയങ്കര സുഖാണ്. പുരുഷന്മാർക്ക് ഇതല്ലേ പറയാനുള്ളത്? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോ ഭാര്യമാർക്ക് പറയാനുള്ളത് എന്താ? ഒന്ന് പുറത്തു പോകണമായിരുന്നു എന്നാ. അല്ലെ, നിങ്ങളെപ്പോഴും പുറത്തല്ലേ, എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനുള്ള ഒരു വകുപ്പുണ്ടാക്കി തന്നൂടെ? നിങ്ങളെപ്പോഴും പുറത്തായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള മൂടുണ്ടാവില്ല, നിങ്ങൾ കിടക്കണം എന്ന് വിചാരിച്ചിട്ടാ കയറി വരിക. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം എന്നാ മൂട്. ആ ഒരു മാനസിക അവസ്ഥയെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് പുറത്തു പോകാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ട് അവർക്ക് ആ മാനസികാവസ്ഥ ഉണ്ടായത്. അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാകണം. അപ്പോഴേക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നവരാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാര്യമാരുടെ പ്രയാസങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാ കുടുംബത്തിൽ കുടുംബോൾ ഇമ്പമുണ്ടാകുന്നത്. ചില ആളുകൾ ഇവിടെ നമ്മളെ കൊടക് ജില്ലയിലും അതുപോലെ ഈ ഭാഗത്തൊന്നും അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. വിചാരിക്കാൻ എനിക്ക് ചിലവൊന്നുമില്ലല്ലോ, എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കാൻ എനിക്ക് എന്തോ ചിലവായിട്ടുണ്ടല്ലോ. ഞാൻ നല്ലതങ്ങ് വിചാരിച്ചാൽ അങ്ങനെയല്ലേ, എല്ലാവരും നിങ്ങൾ എന്നെ പറ്റിയും നല്ലത് വിചാരിച്ചോളി. കാരണം എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ, നിങ്ങളെ അവസ്ഥ നിങ്ങൾക്കല്ലേ അറിയൂ. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഞാൻ നിങ്ങളെ പറ്റി വിചാരിക്കുമ്പോൾ നല്ലതാ വിചാരിക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഞാൻ എന്നെ പറ്റി വിചാരിക്കുമ്പോൾ നല്ലത് വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ പറ്റി വിചാരിക്കുമ്പോ നിങ്ങൾ നല്ലത് വിചാരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളെ പറ്റി നല്ലതാ വിചാരിക്കേണ്ടത്. കാരണം എനിക്ക് എന്നെ അറിയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. അറിയോ? എനിക്ക് എന്നെ അറിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കും അറിയില്ല. അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നത് പോലെ എനിക്കറിയോ? ഇല്ല. ഞാൻ നിങ്ങളെ പറ്റി നല്ലതെങ്കിൽ വിചാരിക്കുകയാണ്. ഈ നാട്ടിലൊന്നും അങ്ങനെയുള്ള ഒരാളും ഉണ്ടാകൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിന് വലിയ പാടുണ്ട് കേട്ടോ, ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ. ഭാര്യനെയും കൂടി ഉൾക്കൊണ്ട് ജീവിക്കണമെങ്കിൽ വലിയ പാടാണ്. എന്ത് പാടാ? ഭാര്യനെ ഉൾക്കൊള്ളാൻ വലിയ പാടാണ്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നാ വിചാരിക്കുന്നത്. അല്ലെ, നമ്മൾ പറയും നമ്മൾ ചുമലിലേറ്റിയിട്ട് കൊണ്ടുപോകണം, തോളിലേറ്റിയിട്ട് കൊണ്ടുപോകണം, തലയിൽ വെച്ച് കൊണ്ടുപോകണം, അങ്ങനെ എന്തെല്ലാം അധ്വാനങ്ങൾ വേണം. അവർക്ക് എന്ത് സുഖ. നമ്മൾ കൊണ്ടുകൊടുക്കുന്നത് എന്താണോ അതങ്ങ് ഉണ്ടാക്കിയാൽ മതി. അല്ലെ, നമ്മൾ കൊണ്ടുകൊടുക്കുന്നത് എന്താണോ അതങ്ങ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ പറയലേ ഉള്ളൂ. അല്ലെ, രാവിലെ സുബഹിന്റെ സമയത്ത് നമുക്ക് പോകാൻ വേണ്ടി, ജോലിക്ക് പോകാൻ വേണ്ടി ബസ് കിട്ടുമോ എന്നൊരു ബേജാറ്, അല്ലെ, വാഹനം കിട്ടുമോ എന്നൊരു ബേജാറ്, നമുക്ക് പോകാനുള്ള ട്രെയിൻ കിട്ടുമോ എന്നുള്ള ബേജാറ്, നമുക്ക് ബസ് കിട്ടുമോ എന്നുള്ള ബേജാറ്, ഫ്ലൈറ്റ് കിട്ടുമോ എന്നുള്ള ബേജാറ്. അതിനേക്കാളൊക്കെ വലുതാ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് അവർക്കൊരു ബേജാറുണ്ട്. എന്താണെന്നറിയോ? വീട്ടിൽ ഒരുപാട് ആളുണ്ടേ, ഉമ്മണ്ട്, ബാപ്പുണ്ട്, ഭർത്താവുണ്ട്, എൻ്റെ തന്നെ സ്വന്തം മക്കളുണ്ട്. ഓരാഞ്ഞിട്ട് വേറെ ഈ ജ്യേഷ്ഠന്റെ മക്കള്, അഞ്ചന്റെ മക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോ നമ്മളെ നാട്ടിലാവുമ്പോ. അല്ലെ, ആ വീട്ടില് നേരം വെളുത്ത് സുബഹിന്റെ സമയമാകുമ്പോ ഈ ഉമ്മാന്റെ ബേജാർ എന്താണെന്ന് അറിയോ? പടച്ചോനെ, പുട്ടുണ്ടാക്കിയാല് ഭർത്താവിന്റെ മുഖം നല്ലോണം ചിരിക്കും. ഇവിടെ പുട്ടുണ്ടായില്ലേ? പുട്ടെന്നല്ലേ പറയാ? അല്ലെ, പുട്ടെന്നല്ലേ പറയാ? ഇപ്പം ആണെന്നൊന്നും പറയരുതേ, ഞാൻ ഉദാഹരണം പറയാ. പുട്ട് രാവിലെ ഉണ്ടാക്കിയാല് ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഭർത്താവിന്റെ ബാപ്പാക്ക് പുട്ട് കണ്ടാല് അടിച്ച് പൊട്ടിച്ച് കളണമെന്നാ തോന്നല്. അതുകൊണ്ട് അയാൾക്ക് പുട്ട് എന്ന് പറഞ്ഞ സാധനം കണ്ടുകൂടാ. അല്ലെ, അങ്ങനല്ലേ ചില വീടുകൾ നിങ്ങൾ കാണല്ലേ? മക്കൾക്കാണെങ്കിലോ രാവിലെ ആണെങ്കിലും തിരിഞ്ഞ കൊയ്യാണെങ്കിലോ മൂപ്പർക്ക് നല്ലത്. ഉമ്മാക്കാണെങ്കിലോ ഉമ്മാക്ക് നെയ്സ് ദോശയാ വേണ്ടത്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാലേ എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അതിപ്പോ വീട്ടിൽ നടക്കുവോ? ഇല്ല. അപ്പൊ ഈ സാധു എന്ത് ചെയ്യും? ഒരു ദിവസം ഉമ്മാനെ സഹിക്കും, പിറ്റേ ദിവസം ബാപ്പാനെ സഹിക്കും, അതിന്റെ പിറ്റേ ദിവസം മക്കളെ സഹിക്കും, അതിന്റെ പിറ്റേ ദിവസം ഭർത്താവിനെ സഹിക്കും. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കെന്താ ഒരു പിട്ടുണ്ടാക്കിയാ പോരെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകും. ആ
ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചും അവരുടെ ആ ബുദ്ധിമുട്ടിനെ കുറിച്ചും മനസ്സുകൊണ്ടറിയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് വളരെ നിസാരമായിട്ട് തോന്നും, അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ, വളരെ വലുതാണ്. ബാപ്പ വീട്ടിലെ ചെയർമാൻ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരെ വീട്ടിലെ കൺവീനർമാരാ. ഈ ഉറൂസ് കമ്മിറ്റിക്ക് കൺവീനർ ഇല്ലേ, മൂപ്പർക്കുള്ള പണി ചെയർമാൻ ഉണ്ടാവുക, ബഹുമാനം ചെയർമാൻ ആയിരിക്കും. ഇല്ല ഞാൻ പറയും, ഇവിടുത്തെ ചെയർമാൻ ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കൺവീനർ ആരാന്ന് എനിക്കറിയാൻ അറിയാൻ വേണ്ട, ഞാൻ ഉദാഹരണം പറയാ അല്ലേ. ചെയർമാനാണ്, സ്വാഭാവികമായി ചെയർമാനേക്കാളും പണിയെടുക്കേണ്ടതാരാ? കൺവീനറാണ്. ഇത് തന്നെയാണ് വീട്ടിന്റെ അവസ്ഥ. ബാപ്പാനേക്കാൾ വീട്ടിന്റെ കാര്യത്തിൽ പണിയെടുക്കേണ്ടത് ഭാര്യയാണ്. വീട്ടിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഒരു വീട്ടിലെ മക്കളെ നന്നാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന, ഏറ്റവും വലിയ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കൺട്രോൾ ലഭിക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ വീട്ടിലെ പെണ്ണ് എന്ന് പറയുന്നത്, ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മാന്റെ ജീവിതം പോലെ, ആ ഉമ്മാന്റെ ജീവിതത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നത് പോലെ ഒരു പള്ളിയിലെ ഉസ്താദോ മദ്രസയിലെ ഉസ്താദോ 10 കൊല്ലം വിചാരിച്ചാലും കഴിയൂല. കഴിയോ? 10 കൊല്ലം വിചാരിച്ചാലും നമ്മളെ മദ്രസയിലെ ഉസ്താദ് വീട്ടിൽ നിന്ന് ഉമ്മ കൊടുക്കുന്ന, ബാപ്പ കൊടുക്കുന്ന പാഠത്തെ മാറ്റി പഠിപ്പിക്കാൻ വലിയ പണിയാണ് അല്ലേ. ഉസ്താദ്മാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു ഉമ്മ, ഒരു ബാപ്പ നൽകുന്ന സന്ദേശം, ആ സന്ദേശത്തെ ഒരിക്കലും ഒരു ഉസ്താദിനെ തിരുത്താൻ വളരെ പെട്ടെന്ന് സാധ്യല്ല. എന്തുകൊണ്ട് സാധ്യല്ല? എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മാക്കുള്ള സ്നേഹം ഉസ്താദിന് ഉണ്ടാകില്ല എന്ന് കുട്ടിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചപ്പോ എന്റെ ഉസ്താദിനോട് എന്നാ പറഞ്ഞത്, അല്ല ഉമ്മുക്കാന്നാ പറഞ്ഞത്, എന്റെ ഉമ്മാനോട് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? ആ ഉമ്മാന്റോടുള്ള മനുഷ്യനുള്ള കടപ്പാട് വളരെ വലുതാണെന്ന് ജന്മനാ അറിയുന്നവനാ മനുഷ്യൻ. ആ അറിവിനെ വെച്ച് ആ കുട്ടിയിൽ ഒരു ഉമ്മ സ്വാധീനിക്കുന്നത് പോലെ, ഒരു ബാപ്പ സ്വാധീനിക്കുന്നത് പോലെ ഒരിക്കലും നമ്മളെ ഉസ്താദുമാർക്ക് പെട്ടെന്ന് സാധിക്കാൻ അതുപോലെ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരോട് പറയുന്നത്, എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരോട് പറയുന്നത്, ഉപ്പാപ്പമാരോട് പറയുന്നു, ഉമ്മാമ്മമാരോട് പറയുന്നത്, പ്രായം ചെന്നാൽ ചിലപ്പോൾ ഭാര്യനോട് പഴയതുപോലെ ചിലപ്പോൾ കൂടുതൽ ഇമ്പവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. ഇല്ലെങ്കിൽ പോലും ഒരിക്കലും ഭാര്യനെ മക്കളെ മുന്നിൽ വെച്ചോ, മക്കളെ മുന്നിൽ വെച്ചോ, പേരക്കുട്ടികളെ മുന്നിൽ വെച്ചോ ആക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. ഭാര്യയ്ക്ക് ഒരിക്കലും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. മറവി ഉണ്ടെങ്കിൽ പോലും അത് കുറ്റപ്പെടുത്തുന്ന ശൈലിയിൽ ഉണ്ടായിക്കൂടാ. ഭർത്താവിന് പ്രായമായപ്പോൾ പഴയതുപോലെ ഓർമ്മയില്ല, അതിന്റെ പേരിൽ പോലും നമ്മൾ മക്കളെ മുന്നിൽ ഇകഴ്ത്തുന്ന ശൈലി ഉണ്ടായിക്കൂടാ, കുറ്റപ്പെടുത്തുന്ന ശൈലി ഉണ്ടായിക്കൂടാ. അങ്ങനെയാൽ ആ മക്കൾക്ക് ഉപ്പാമാരോട് ഉപ്പാപ്പമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ അത് തന്നെ മതിയായി പോയി. അയാൾ കേൾക്കുന്ന പെങ്ങന്മാരെ, ഉമ്മമാരെ, ചിലപ്പോൾ നിങ്ങൾ അനുജത്തിമാരുമായി ചിലപ്പോൾ സൗന്ദര്യ പണക്കമുണ്ടായിട്ടുണ്ടാകാം അല്ലെ. അതുപോലെ ജ്യേഷ്ഠത്തിയുമായി അത് സൗന്ദര്യ പണക്കുണ്ടായിട്ടുണ്ടാകാം. അതുപോലെ വീട്ടിലുള്ള ആങ്ങളമാരുമായി, കാരണവന്മാരുമായി, അമ്മാവന്മാരുമായി സൗന്ദര്യ പണക്കമുണ്ടായിട്ടുണ്ടാകാം. നിങ്ങളെ സ്വത്ത് തർക്കത്തിന്റെ പേരിലോ, നിങ്ങളെ സ്വഭാവത്തിന്റെ പേരിലോ, നിങ്ങളെ കൊടുക്കലിന്റെയോ വാങ്ങലിന്റെയോ കുറവിന്റെയോ കൂടുതലിന്റെയോ പേരിലോ, അല്ല വേറെന്തെങ്കിലും ചർച്ചയുടെയോ പേരിലോ സ്വന്തം അനുജത്തിമാരോട്, ജ്യേഷ്ഠത്തിമാരോട്, സ്വന്തം ചേട്ടന്മാരോട്, അനുജന്മാരോട്, ഭർത്താവിന്റെ അനുജനോട്, ഉമ്മനോട്, ബാപ്പനോട്, ഭർത്താവിന്റെ ചേട്ടനോട്, ഇങ്ങനെയുള്ള ആളുകളോട് ചിലപ്പോൾ ഭൗതികമോ അല്ലാത്തതോ ആയ ചില കാരണത്താൽ ചിലപ്പോൾ ചില വർത്തമാനങ്ങൾ നിങ്ങൾ പറയുന്നതുണ്ടാകാം, ചില വാക്കുകൾ പറയുന്നതുണ്ടാകാം, ചില പ്രയോഗങ്ങൾ നടത്തുന്നതുണ്ടാകാം, ചിലത് പറഞ്ഞു തീർക്കുന്നതുണ്ടാകാം. അതൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനിടയിൽ ചിലപ്പോൾ അസ്വാഭാവികമാണ്. ചർച്ചകൾ ഉണ്ടാകാം, പലതും ചർച്ച ചെയ്യുന്നതുണ്ടാകാം, ചർച്ചകളിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടാകാം. അതുപോലും ഒരിക്കലും നമ്മളെ മക്കളെ മുന്നിലായി കൂടാ, പേരക്കുട്ടികളുടെ മുന്നിലായി കൂടാ.
എന്തുകൊണ്ട് പറ്റൂല? സ്വന്തം എളാമയെ സ്വന്തം ഉമ്മ തന്നെ ഈകേറ്റി പറയുന്നത് കേട്ടാൽ, സ്വന്തം മാപ്പ തന്നെ ഈകേറ്റി പറയുന്നത് കേട്ടാൽ, അമ്മാവനെ കുറിച്ച് സ്വന്തം ഭാര്യനോട് പറയുമ്പോ പറയുള്ളൂ, നിന്റെ ആങ്ങളന്റെ കഥ ഞാൻ എന്ത് പറയാനാ, നിനക്ക് തന്നെ അറിയില്ലേ? ഇത് മതി. ആ കുട്ടിയുടെ ഹൃദയത്തിൽ പാപ്പാക്ക് മതിപ്പില്ലാത്ത കാരണവരാണല്ലോ, പാപ്പക്ക് മതിപ്പില്ലാത്ത അമ്മാവനാണല്ലോ, പാപ്പക്ക് മതിപ്പില്ലാത്ത ഒളമയാണല്ലോ, പാപ്പക്ക് മതിപ്പില്ലാത്ത മൂത്തുമ്മയാണല്ലോ, ഉമ്മാക്ക് മതിപ്പില്ലാത്ത മൂത്തുമ്മയാണല്ലോ. ഈ ഒരു ചിന്തയുടെ കാരണത്താൽ മക്കൾ ആ സമയം പ്രതികരിച്ചു കൊള്ളണമെന്നില്ല, ആ സമയം ഒന്നും പറഞ്ഞു കൊള്ളണമെന്നില്ല. പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത്, ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടാകാം, ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടാകാം, ഈ കുട്ടി വളർന്നു വന്നു, ആ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം പറയാൻ മറന്നുപോയതാണ്, യഥാർത്ഥത്തിൽ മറന്നു പോയതാണ്. മറവി എന്ന് പറയുന്നത് ചെറിയ കാരണമാണ് ഇത് വിചാരിക്കരുത്. ആണോ? മറവി എന്ന് പറയുന്നത് ചെറിയ കാരണമാണോ? അല്ല. ലോകത്തെ ഏറ്റവും വലിയ ദീനിന്റെ നടുന്തൂണാണ് എന്ന് പറഞ്ഞ കർമ്മമാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന് പോലും മറവി കാരണമാണ്. മറവി കൊണ്ട് നിസ്കാരം മറന്നുപോയാൽ അവൻ കുറ്റക്കാരനല്ല. അതുകൊണ്ട് നാളെ മുതൽ പഠിച്ചോനെ മറന്നു കിട്ടണേന്ന് വിചാരിക്കാൻ പറ്റൂല കേട്ടോ. അല്ലെങ്കിൽ മറന്നിട്ടാണെങ്കിൽ സാരമില്ലാന്ന് വിചാരിച്ചിട്ട് ചെറുതായി കാണാന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് മറന്നിട്ട്, അങ്ങനെയുണ്ടല്ലോ ചിലപ്പോ നോമ്പായാല് മറന്നിട്ട് എങ്ങനെങ്കിലും ഒന്ന് വയറ്റില് 1 ഗ്ലാസ് വെള്ളെങ്കിലും എത്തിക്കിട്ടി അത് ലാഭാണെന്ന് വിചാരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ആ ലാഭാണെന്നുള്ള വിചാരം തന്നെ പറ്റൂല എന്നാ ഞാൻ പറയുന്നത്. അറിയാതെ വയറ്റിൽ വെള്ളം എത്തിയാൽ കുഴപ്പമില്ല, അറിയാതെ നോമ്പാണ് എന്ന് മറന്നുപോയി, 1ാമത്തെ നോമ്പല്ലേ 2ാമത്തെ നോമ്പല്ലേ, ഞാൻ ഇതുവരെ അടിച്ച് തിന്നതല്ലേ, ഒരു ലിമിറ്റും ഇല്ലാതെ രാവിലെ തുടങ്ങി ഈ ഓട്ടോമാറ്റിക് മെഷീന് കൊടുക്കുന്ന പണിയുണ്ടല്ലോ, അത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ഇതിങ്ങനെ വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അത് സ്റ്റോപ്പായ വേറെ ചിലപ്പോൾ അറിയാതെ അങ്ങ് മറന്നുപോയി. നല്ല മധുരമുള്ള ഒരു മുന്തിരി കണ്ടപ്പോ സ്വർഗത്തിലെ മുന്തിരിക്ക് ഭയങ്കര മധുരാന്ന് കേട്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത് തിന്നതാ. നോമ്പുള്ളത് അങ്ങ് മറന്നുപോയി. അതിന് മറവിന്നാ പറയാ. മറവിക്ക് അവിടെ ചിലപ്പോൾ ഇളവുണ്ടാവും അല്ലേ? ഇല്ലേ? നിങ്ങളെ നാട്ടിൽ മറന്നിട്ട് ഒരാൾ നോമ്പുള്ള ആള് വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോവാ. കോടകിലാകുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോകും. കാരണം ഭയങ്കര തണുപ്പായിരിക്കും വെള്ളത്തിന്റെ തണുപ്പും ചൂടും നോക്കിയിട്ടൊന്നുമില്ല. നോമ്പ് മുറിയല്ലേ. ചൂടുവെള്ളം കുടിച്ചാൽ മുറിയൂല, പച്ചവെള്ളം കുടിച്ചാൽ മുറിയില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ വെള്ളമാണെങ്കിൽ അത് കുടിച്ചാൽ നോമ്പ് മുറിയും അല്ലെ? ഒരു തടിയങ്കത്തലോട് കൂടെ അവന്റെ നോമ്പ് മുറിയും. പക്ഷെ അത് മറന്നിട്ടാണെങ്കിൽ അവിടെ ഇളവുണ്ട്. ഇല്ലേ? നിങ്ങളുടെ നാട്ടിലില്ലേ? ഇല്ലേ? നോമ്പെല്ലാം കഴിഞ്ഞില്ലേ മുല്ലേൻ? ഇനിയിപ്പോ അടുത്തല്ലാണ്ട് ഈ മസാല കിട്ടണമെങ്കിൽ ഇപ്പൊ കിട്ടിയിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് സുന്നത്ത് നോമ്പെടുത്താൽ മതി, എന്നാ അങ്ങനെയുള്ള മസാലയിൽ ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തേ ആമീൻ പറയാൻ പേടി? സുന്നത്ത് നോമ്പ് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാ. ആമീൻ പറഞ്ഞ കൂലിയെങ്കിലും കിട്ടൂല, ആഗ്രഹിച്ച കൂലിയെങ്കിലും കിട്ടൂല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആഗ്രഹത്തിനും കൂലിയുണ്ട്. നമുക്കൊരു ചെലവില്ലാത്ത പരിപാടിയല്ലേ. പഠിച്ചോനെ എല്ലാ വ്യാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ഒന്ന് നോമ്പെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിച്ചോനെ. പലപ്പോഴും ഫുഡ് കാണുമ്പോ കയ്യലില്ല, അത് വേറെ വിഷയമാണ്. ആഗ്രഹിച്ചല്ലോ, ആഗ്രഹിച്ചൊക്കെ കൂലി കിട്ടൂലേ? നമുക്കെന്തോ ചെലവുള്ള സംഗതിയാ. അള്ളാഹു നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നോമ്പില് മറവി കാരണമാണ്. ഫുഡ് കഴിച്ചാൽ പോലും ഇരുന്നിട്ട് നല്ല മന്തിയൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് അല്ലെ? ഇവിടെ നിങ്ങളുടെ നാട്ടിലെ മന്തിയില്ലേ? ഉണ്ട് അല്ലെ? എവിടെയുള്ള ഫുഡാണ് ഈ മന്തി എന്ന് പറഞ്ഞാല്? കേരളത്തിലെയാ? അല്ല, പിന്നെ എവിടെ? യമനികളുടെ പ്രധാന ഫുഡാണ്. സൗദിയിലേക്ക് പിന്നെ വന്നതാ. പ്രധാന ഫുഡാണ് മന്തി എന്ന് പറയുന്നത്. യമന് എന്ന് പറഞ്ഞാൽ എവിടെയാ? അതൊന്നും അറിയില്ല മുല്ലേറെ. മന്തി നല്ലോണം അറിയാം. യമന് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഒരു യമനിനെ തന്നെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? യമനിൽ ജനിച്ച ഒരാളെ ഇതുവരെ കാണാത്ത എത്ര ആളുകളുണ്ട്? ഫോട്ടോയിലല്ല, നേരിട്ട് ഇതുവരെ കാണാത്ത എത്ര ആളുകൾ നമ്മളെ സദസ്സിലുണ്ടാവും ചിലപ്പോ. പക്ഷെ മന്തി കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അതാ നമ്മൾ തീറ്റീന്റെ വിഷയത്തിൽ നമ്മളെ ജോറ് തെളിയിച്ച ഏറ്റവും നല്ലൊരു ഫീൽഡാണ് അല്ലെ? യമനികൾക്ക് ഒരുപാട് നല്ല സ്വഭാവമുണ്ട് അല്ലെ? നല്ല അദ്കാറുകളും ദിക്റുകളൊക്കെ ചെല്ലുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമനിൽ വലിയ പാണ്ഡിത്യമുണ്ടായി ഒരുപാട് ദഅവത്ത് നടത്തിയ ആളാണ്. അങ്ങനെ എത്ര ആളുകള്, അങ്ങനെ എത്ര വലിയ വലിയ മഹാന്മാർ, അവർക്കൊക്കെ എന്തെല്ലാം സ്വഭാവമുണ്ട് അല്ലെ? അത് നമ്മളെ ജീവിതത്തിൽ എത്തിപ്പെടാൻ വലിയ പണിയാണ്. മന്തി അത് എത്ര തണുപ്പുള്ള സ്ഥലമായാലും എത്ര മല കയറിയിട്ടാണെങ്കിലും മൂപ്പരെല്ലടെ എത്തിയിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എവിടെ പോയാലും മുമ്പ് കാലത്തൊക്കെ ബിരിയാണി കിട്ടുമെന്നാ കാണല്, ഇപ്പൊ അതൊക്കെ മാറി മന്തി കിട്ടുമെന്നാ അല്ലടെ. കുഴിമന്തി ഇത് കിട്ടുമെന്ന് എഴുതി വെക്കും. അത് പേരാണെന്ന് വിചാരിച്ചിട്ട് എഴുതിയാണെന്ന് എനിക്ക് തോന്നുന്നു. കുഴിമന്തി എന്ന് പറഞ്ഞാൽ അത് കുഴിച്ചിട്ടുണ്ടാക്കുന്ന മന്തിക്ക് പറയുന്ന പേരാ. അതുപോലും അറിയില്ല. എന്നാലും ഇല്ല, ബോർഡിന്റെ മേലെ കുഴിമന്തി എന്ന് വെറുങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. മൂപ്പര് വിചാരിച്ചത് ഒരു കുഴിമന്തി, മന്തി എന്നുള്ള അതിന്റെ പൂർണ്ണ പേരാണ് കുഴിമന്തി എന്നാ. അത് കുഴിച്ചുണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണെന്ന് പോലും അറിയില്ല. എന്നാലും അത് എല്ലാ സ്ഥലത്തും സാധനം എത്തിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആലോചിച്ചു നോക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ മറവി, വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ പോലും വയറ് നിറഞ്ഞില്ല എന്നാ നോമ്പ് മുറിയും. അങ്ങനെയാ ആണോ? മറവി എന്ന് പറയുമ്പോ വയറ് നിറഞ്ഞാ മുറിയും. അങ്ങനെയാ? അല്ല, ഒരു ഗ്ലാസ് വെള്ളല്ലേ, അത് സാരമില്ല. അങ്ങനെയാ? അങ്ങനെയുമല്ല. എത്രയാണെങ്കിലും വയറ് നിറഞ്ഞിട്ടാ ഓർമ്മ വന്നത്, അത് ഓന്റെ ഭാഗ്യാണ്. വയറ് നിറയുന്നതിന്റെ മുമ്പ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഇറച്ചി അങ്ങ് കടിക്കാൻ നിൽക്കുമ്പോഴേ ഓർമ്മ, അത് ഓന്റെ നഷ്ടമാണ്. അല്ലെ? നമ്മള് തമാശ പറയുമ്പോ പറയാൻ അങ്ങനെ പറ്റുള്ളൂ, കാര്യത്തെ പറയുമ്പോ അങ്ങനെ പറയാൻ പറ്റൂല. തമാശ പറയുമ്പോ കടിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ, അല്ല അങ്ങക്ക് നോമ്പല്ലേ, അല്ല അങ്ങനെ കുറച്ച് കൂടി കഴിച്ചിട്ട് പറഞ്ഞാൽ മതിയില്ലായിരുന്നോ എന്ന് ചോദിക്കല്ലേ സാധാരണ. അപ്പൊ മറവി എന്ന് പറയുന്നത് വിട്ടുവീഴ്ചക്ക് കാരണമാണ്. നിസ്കാരത്തില്, നോമ്പില്, എല്ലാറ്റിലും മറവി എന്ന് പറയുന്നത് വലിയൊരു കാരണമാണ്. അല്ലേ? അത് നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും. അതേ സ്ഥാനത്ത് മോളെ കല്യാണം വരുമ്പോ നമ്മളോട് പറയാൻ വിട്ടുപോയതാ മറന്നുപോയതാ എന്ന് വിശ്വസിക്കാൻ വലിയ പണിയാ. അപ്പഴേ നമുക്ക് ഓർമ്മ വരല്, പണ്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, എളാമാനെ പറ്റി അത്ര ശരിയില്ല എന്ന്. ആ എളാമ എന്നെ മാനപ്പൂർവ്വം ഒഴിവാക്കിയതാ. അന്ന് ഉമ്മ പറഞ്ഞപ്പോ എനിക്ക് അനുഭവമില്ലായിരുന്നു, ഇപ്പോഴാ അനുഭവിച്ചത്. എവിടുന്ന് കിട്ടിയതാ? പണ്ട് എളാമാനെ കുറിച്ച് ആ ഉമ്മ പറഞ്ഞ കുറ്റം പറയുന്നത് കേട്ട മകന്റെ മനസ്സില് അന്ന് പതിഞ്ഞു പോയതാ. അന്ന് പ്രായം എത്രയാ? 12 വയസ്സ്, 14 വയസ്സ്, 11 വയസ്സ്, 10 വയസ്സൊക്കെ ഉള്ള ചെറിയ കുട്ടിയുടെ മനസ്സില് ആ ഉമ്മ എളാമാനെ പറ്റി, അല്ലെങ്കിൽ മൂത്തുമ്മാനെ പറ്റി, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ പറ്റി, സ്വന്തം ഭർത്താവിന്റെ ഉമ്മനെ പറ്റിയൊക്കെ പറയുന്ന ചില വാചകങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയപ്പോ അത് ഓർമ്മ വരുന്നത് എപ്പോഴാ? ഈ സാധുവിനൊരു മറവി കൊണ്ട് സംഭവിച്ച തെറ്റിന്. മറവി കൊണ്ട് നിസ്കാരം പോലും മറന്നിട്ട് അള്ള പുറത്തു കൊടുത്തു. ഇയാൾ പുറത്തു കൊടുത്തോ? ഈ കുട്ടി പുറത്തു കൊടുത്തോ? വലുതായപ്പോ പുറത്തു കൊടുത്തോ? ഇല്ല. പിന്നെ ഇവന്റെ തീരുമാനം, സ്വന്തം ഉപ്പാപ്പയാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടൂല, എന്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ വിളിക്കൂല, ഉപ്പാപ്പ ഇല്ലാത്ത കല്യാണം നടക്കട്ടെ. എന്താ തീരുമാനത്തിന്റെ കാരണം? നേരത്തെ ഉണ്ടായ സ്വതരീ ഫിത്നയാണ് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ കയറ്റി സംസാരിച്ച സംസാരമാണ്. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ വളരെ ഗൗരവത്തോടെ കാണണം. തമാശക്ക് പോലും നമ്മുടെ സ്വന്തം അനുജന്മാരെയോ ജേട്ടന്മാരെയോ തമാശക്ക് പോലും നമ്മളെ മക്കളെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ മാനുഷികമായി ഉണ്ടാകുന്ന ചില തകരാറുകൾ ഉണ്ടാവും. ഇവിടെ ആരാ മലക്കുകളുള്ളത് ഉണ്ടോ? എന്നെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ചോറന, അല്ലേ? അങ്ങനെ അല്ലാണ്ട് ആരെങ്കിലും വിചാരിക്കലുണ്ടോ? കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ, ആ എന്ത് ഭയങ്കര മോശമുള്ള പഠിച്ചോനെ, ഒരു കോലമില്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ ഞാനിത്. ആർക്കെങ്കിലും തോന്നലുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ചോറാണ് എന്നല്ല തോന്നല്, ആർക്കും ഒരു മോശത്തരം തോന്നില്ല. അത് തന്നെയാ അവർക്കും അവരെ പറ്റി പറയാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റി അവർക്ക് പറയാനുള്ളത് അവർ ചോറാണ് എന്നാ. നമ്മളെ അഭിപ്രായത്തിൽ ചോറാണോ ഇല്ലയോ അത് ചിലപ്പോ നമുക്ക് പറയാൻ അറിയൂല. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ക്ലിയർ ആണ് എന്നാ അവർക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ, ചിലപ്പോ മസലത്താക്കാൻ വേണ്ടി ഇരുന്നാല്, അല്ലെ ഇവിടെ എന്താ പറയാ മസലത്താക്കുന്നതിന്? പഞ്ചായത്താക്കുക എന്ന് പറയാ. ഞങ്ങളുടെ നാട്ടിൽ പഞ്ചായത്താക്കുക ചിലർ പറയുന്ന കേൾക്കണ്ട, എന്താണ് പറയുന്നതിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താ പറയാ മസലത്താക്കുന്നതിന്? രണ്ടാൾ തെറ്റിപ്പോയാല് സുൽഹാക്കുന്നതിന് എന്താ പറയാ? സുൽഹാക്ക. ഓ അറബികളല്ലേ? മാഷാ അല്ലാഹ്. രാജിയാക്കുക. ആ മാഷാ അല്ലാഹ്. അപ്പൊ രാജിയാക്കല് ഇതിന്റെ പേരിലൊക്കെ കേസൊന്നും വരൂലായിരിക്കും അല്ലേ? ഇയാള് പുതിയ രാജ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം കഷ്ണാക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നിങ്ങളെ ഭാഷയാണെന്ന് അതിന്റെ മുമ്പിൽ ഉണ്ടല്ലോ അല്ലെ, കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം പറയുമ്പോ ശ്രദ്ധിക്കണേ, എന്ത് പറയുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാല അല്ലെ? എല്ലാറ്റിനെയും സൂക്ഷിക്കേണ്ട കാലാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തഖ്വയോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? മനുഷ്യന് സ്വയം ബോധ്യപ്പെട്ടതുപോലും പറയാൻ പേടിക്കേണ്ട ഒരു കാല. കാരണം അതിന് അപ്പുറം ഉണ്ടാവില്ല ഇപ്പുറം ഉണ്ടാവില്ല. അവസാനം പുറത്തു വന്ന് നോക്കിയാൽ പറഞ്ഞോന്ന് തന്നെ തോന്നും, പഠിച്ചോ ഞാനങ്ങനെ പറഞ്ഞിരുന്നോ? അതിനപ്പുറം ഇപ്പുറം നമ്മളെ കയ്യിലുണ്ടാവില്ല. കാരണം ഏതോ കാലത്ത് പ്രസംഗിച്ചതായിരിക്കും. ഈ അടുത്തൊരു ചങ്ങായി എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ടത് കേട്ടു. അത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ ഇതെവിടുന്നാ ഞാനീ പ്രസംഗിച്ചത്? എനിക്ക് ജീവനുണ്ടേ ഞാനിങ്ങനെ പറയൂലല്ലോ. അപ്പൊ പിന്നെ ഇത് മയ്യത്തായി പ്രസംഗിച്ചല്ലോ, ജീവൻ തന്നെ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ആ പ്രസംഗം അന്വേഷിച്ച് യൂട്യൂബിൽ പരതി അവസാനം കിട്ടി എന്റെ മുന്നിൽ. നമുക്ക് അതിന്റെ മുമ്പേ പറയുന്ന 2 മിനിറ്റുള്ള ലഫ്ളുകൾ മുഴുവനും ഒഴിവാക്കിയിട്ട് ഈ കഷ്ണം മാത്രം ഇട്ടതാണ്. ആദ്യത്തത് വിശദീകരണമാണ്, രണ്ടാമത്തത് ആ പറഞ്ഞ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചാൽ ഇങ്ങനെ ആകുമെന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാണ്. നല്ല സുഖാണല്ലോ. ഈ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അങ്ങനെയാണല്ലോ, ആന ചെരിഞ്ഞു എന്നാ പറഞ്ഞ്. ആന ചെരിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇയാള് പറഞ്ഞ ചെരിഞ്ഞു എന്നുള്ളത് അങ്ങ് വെച്ച് കളഞ്ഞു, ആന എന്ന് മാത്രമാക്കി. പറഞ്ഞുകൊണ്ട് എന്തോ കാര്യം ഉണ്ടാവുക? ഇല്ല.
ഇതും കൂടി പൂർണ്ണമായി ഉണ്ടായാലല്ലേ ഇയാൾ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത് മനസ്സിലാകുള്ളൂ. പ്രസംഗിക്കുന്നതിന്റെ ഇയാൾ എന്തിനാ പഠിച്ചോനെ ആന എന്ന് പറഞ്ഞൊരു പിടുത്തം കിട്ടിയില്ല. ആന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിന്റെ ഖബറും കൂടി വരണോ. ഒന്നിക്കണ്ട അയാൾ ജീവനോടെ ഉണ്ട്, അല്ലെ ചത്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വിവരം കിട്ടണം. അല്ലെങ്കിൽ ഓടിക്കോളിയും വരുന്നുണ്ട് എന്നാ പറയുന്നത്. എന്തെങ്കിലും ഒരു വിവരം കിട്ടണോ, അല്ലാതെ ഒരാൾ ആന എന്ന് മാത്രം പറയാം. അപ്പൊ ഇത്തരം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നമുക്കൊക്കെയും ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത്തരം തെറ്റിദ്ധാരണകൾ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾക്കിടയിൽ ചിലപ്പോൾ വിവരം കെട്ട ആളുകൾ ബിദ്അത്തിന്റെ ഭാഗത്ത് പോയി അവരൊക്കെ ചെയ്യുന്ന ഒരു പണിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്കെതിരെ നിങ്ങളെ കുടക ഭാഗത്തൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്തയില്ലാത്ത മുസ്ലിം നാമധാരികളായി ഇറങ്ങി വരുന്ന ഏതൊക്കെയോ പേരിൽ ഞങ്ങൾ സിയോണിസ്റ്റുകളാണ്, ഫെമിനിസ്റ്റുകളാണ്, ഇത്തിസ്റ്റുകളാണ്, അതുപോലെ പല പത്തിസ്റ്റുകളാണ്, കുത്തിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങി വരികയാണ്. എന്താ ഇവർക്ക് പറയാനുള്ളത്? അവർക്ക് പറയാനുള്ള ശാസ്ത്രത്തെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, പടച്ചോനല്ല. ആരെയാ വിശ്വസിക്കേണ്ടത്? ആരെയാ വിശ്വസിക്കേണ്ടത്? ശാസ്ത്രത്തില്. നിങ്ങളുടെ നാട്ടില് ശാസ്ത്രം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. വൈദ്യശാസ്ത്രം ഉണ്ട്, അല്ലെ? പല ശാസ്ത്രവും ഇല്ലേ? സയൻസ് ഉണ്ട്, പല ശാസ്ത്രവും ഉണ്ട്. ഇതിനെ വിശ്വസിച്ചിട്ട് അള്ളാനെ അങ്ങ് മറന്നു കളയണം. പടച്ചോൻ എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പണിയാണ്. ഇപ്പൊ പുതിയ ചില ആളുകളെ വാദമാണ്. നിങ്ങൾ വിചാരിച്ചു നോക്ക്, ഈ സയൻസിനെ വിശ്വസിച്ചിട്ട് അള്ളാനെ തള്ളണമെങ്കിൽ എത്രത്തോളം വിവരം കെട്ടവനാകണം? സയൻസിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ സയൻസ് പഠിച്ചിരുന്നോ? പഠിച്ചിക്കോ? എത്രാം ക്ലാസ് വരെ? 10th വരെ. മാഷാ അല്ലാഹ്. അന്നത്തെ കാലത്ത് നിങ്ങൾ 10th വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ PhD എടുക്കുന്നതിന് സമാനമായിരിക്കും, അല്ലേ? നിങ്ങളെ നാട്ടിൽ തന്നെ ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അങ്ങനെ 1-2 ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലെ? ഇവിടെ എല്ലാവരും ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരാ. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാ. പ്രായമുള്ള ആളുകൾ 10 വരെ പഠിക്കാൻ തന്നെ ഭയങ്കര ബഹുമാനമാണ്, അല്ലേ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അന്ന് സയൻസ് പഠിച്ചില്ലേ? അന്നത്തെ സയൻസിന്റെ പുസ്തകം നിങ്ങളെ വീട്ടിൽ ഉണ്ടെങ്കിലും ഒന്ന് മറിച്ചു നോക്ക്. ഇന്നത്തതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഒരു ബന്ധം ഉണ്ടാവില്ല. എല്ലാം മാറിപ്പോയി. ശാസ്ത്രം തന്നെ ഇതാണ്. ഇന്ന് പറയുന്നത് ഇന്ന് മനസ്സിലാക്കിയതാ, നാളെ പറയുന്നത് നാളെ മനസ്സിലാക്കുന്നതാ, അല്ലാണ്ട് ഇന്ന് മനസ്സിലാക്കുന്നതല്ല. ആണോ? ഞാൻ മുമ്പ് എവിടെയോ പ്രസംഗിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു. നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഒരു ദിവസം പല്ലിനൊരു വേദന വന്നു. ഇപ്പൊ അടുത്തുണ്ടായ സംഭവം. പല്ലിന് വേദന വന്നപ്പോ ഞാന് കുറ്റ്യാടിയിൽ എന്നെ ചെറുപ്പകാലം മുതലേ, ഇപ്പൊ കുറെ വയസ്സായെന്ന് ചോദിക്കരുത് കേട്ടോ, എന്നെ ബാപ്പ കൊണ്ടുപോയി കാണിക്കുന്ന കാലം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കാലം. ഇപ്പം ബാപ്പ കൊണ്ടുപോയി കാണിക്കാൻ പോയിട്ട് പല്ലുവേദന ഉണ്ടോന്ന് തന്നെ ഉപ്പാക്ക് നോക്കാൻ നേരം ഉണ്ടാവില്ല. അന്ന് കുട്ടിയായിരുന്ന കാലത്ത് മദ്രസയിൽ പോകുമ്പോ ബാപ്പ എന്നെ കൊണ്ടുപോയി ആരെങ്കിലും കൂടെ അയച്ച് കാണിപ്പിക്കുന്ന ഒരു കാലമുണ്ട്. അന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കുറ്റ്യാടിയിൽ, അയാൾ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ എൻ്റെ പല്ലിന് ഈ ചെറിയ വേദന വന്നപ്പോൾ ഞാൻ അയാളെ കാണാമെന്ന് വിചാരിച്ചു. കാരണം അയാൾക്ക് എൻ്റെ പല്ല് ഏകദേശം കാണാൻ പാടായിരിക്കും. അത്രയും ഞാൻ അയാളുടെ അടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ പല്ല് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത് 20 കൊല്ലം മുമ്പ് അടിച്ച പല്ലാണ്, അല്ലെ 15 കൊല്ലം മുമ്പ് അടിച്ച പല്ലാണ് എന്ന് പറഞ്ഞു. അത് ഇളയിപ്പോയതാണ്, കുഴപ്പമൊന്നുമില്ല, അത് മാറ്റി അടിച്ചാൽ പ്രശ്നം തീരും. അങ്ങനെ അയാളോട് പറഞ്ഞു, ഏതായാലും കുഴപ്പമില്ല, 20 കൊല്ലം 15 കൊല്ലമൊക്കെ നിൽക്കുമെങ്കിൽ ആ അടക്കുന്ന സന്ന് ഉപയോഗിച്ച സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അടച്ചാലേ എന്നാൽ ഇപ്പം ഏകദേശം 10-35 കഴിഞ്ഞ് പിന്നെ ഒരു 15-20 കിട്ടിയാൽ 50-55 ആവും. പിന്നെ ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഒരു വട്ടം കൂടിയേ മാറ്റേണ്ടി വരുള്ളൂ. അങ്ങനെ ഇളയിപ്പോട്ടേതാണ്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് നിങ്ങളെ വായിൽ ഞാനിത് വെച്ചടക്കുന്ന സമയത്ത് ഞാനന്നിങ്ങനെ വിചാരിച്ചിരുന്നു, പേരോട് ഉസ്താദിന്റെ മോനല്ലേ, ചിലപ്പോൾ വേലും തിരക്കൊക്കെ ആയിട്ട് ഇതുപോലെ വാപ്പാന്റെ പല്ല് പലപ്പോഴും നന്നാക്കാൻ ഒന്നും നേരം കിട്ടില്ല, ഇപ്പോൾ നേരം കിട്ടില്ല. അതുപോലെ കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങളെ പല്ല് അടച്ചു തന്ന് ഞാനായതിന്റെ പേരിൽ നല്ലത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇളയിപ്പോയാൽ പഠിച്ചോനെ ഇത് ഏത് ഡോക്ടർ അന്ന് അടച്ചത്, അയാൾക്ക് മര്യാദയ്ക്ക് അടച്ചുകൂടായിരുന്നോ എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും നല്ല സാധനം നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ പല്ലടച്ചത്. എന്നോട് പറഞ്ഞതാ ഞാൻ പറയുന്നത്. അയാൾ ചെയ്തെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അയാൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മാർക്കറ്റിൽ കിട്ടുന്ന പൈസ പോലും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ പേടിയായി. അന്നാണ് ബാപ്പ കൊടുക്കുമായിരുന്നു, ഇപ്പൊ പോരല്ലോ, ഇപ്പൊ ഞാൻ തന്നെ കൊടുക്കണ്ടേ. അന്ന് ഞാൻ പൈസ പോലും നോക്കിയിട്ടില്ല. കാരണം നിങ്ങളെ സമയം പോയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, പിൽ വലുതാകുന്ന സമയത്ത് സമയം പോയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അന്ന് ബാപ്പാന്റെ തന്നെ കുറച്ചും കൂടി വാങ്ങിയിട്ട് ഇൻഷൂർ പോലാടെ വെച്ചിട്ട് ഇന്ന് പഠിച്ചത് നിങ്ങൾ നല്ല നന്നായിരുന്നു എന്ന് വിചാരിച്ചു. അല്ലെ? അങ്ങനെയാണല്ലോ, ബാപ്പാരുടെ അടുത്ത് കിട്ടുമ്പോ ഒരു സുഖമാണ്. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്ത് വെറ്റി കൊടുക്കട്ടെ. ബാപ്പമാരെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് മക്കൾക്ക് സന്തോഷ, അല്ലേ എന്ന് കരുതിയിട്ട് പാപ്പാന്റെ അടുത്ത് പോയിട്ട് പതുക്കെ സുഖാര്യത്തിലും ചോദിക്കണം, ആ വീടും സ്ഥലവും ഒന്ന് പേരിലാക്കി തന്നാലേ അപ്പൊ തിരിയും പാപ്പാന്റെ സ്നേഹം എങ്ങനെയാണ്. പതുക്കെ നല്ല ലോകത്തില് കാലെല്ലാം ഞെക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പതുക്കെ പാപ്പാന്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കുക, ആ നമ്മളെ വീടും സ്ഥലം ഉണ്ടല്ലോ,
മരിച്ചാൽ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ പേരിലങ്ങാക്കിയാല് അന്നേരം പിന്നെ കുറെ കടിപിടിയൊന്നും കൂടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളൂ, ആരും ഇല്ലല്ലോ. ഞാനും എന്റെ ഭാര്യയും മക്കളും അല്ലാത്ത ആരാ നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ ആരും? എല്ലാവരും വിദേശത്തല്ലേ. ഞാൻ നിങ്ങൾക്കും വേണ്ടി ഇവിടെ നിന്നല്ലേ. എന്റെ പേരിലാക്കി തരുമോ എന്ന് ചോദിച്ചു നോക്ക്. അപ്പഴാ ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിലും നിൽക്കണ്ട, എന്റെ പറമ്പിലും നിൽക്കണ്ട, പിന്നെ എവിടെയും നിൽക്കണ്ട, ഏത് മാവിന്റെ മേലേയും കയറിക്കോ എന്ന് പറയും അല്ലേ. ബാപ്പാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് അത് പറയും, പക്ഷെ അവരെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡോക്ടറിനോട് പറഞ്ഞ ഏറ്റവും നല്ല സാധനമാണ് ഞങ്ങളെ പല്ലിൽ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു അത് തന്നെ ആയിക്കോട്ടെ, എന്നാല് ഒരു 10-55 ആവുമല്ലോ. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നത് വായിലുണ്ടായ ക്യാൻസർ വരുമെന്നാണ്. അങ്ങനെ അന്ന് ഏറ്റവും ബഹുമാനമുള്ളതാണ് എന്ന് ശാസ്ത്രം പറഞ്ഞ സാധനം കൊണ്ടാണ് എന്റെ പല്ലടച്ചത് എന്ന് അയാൾ പറയുന്നത്. അയാളെന്നെ പറയാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത് അത് വായിലുണ്ടായാൽ ക്യാൻസർ വരുമെന്നാണ്. അയാൾ എന്നോട് ചോദിക്കാണ്, പഴയത് എടുക്കണോ അല്ല പുതിയത് എന്താക്കണോ? ഇപ്പൊ പല്ലിൽ ഇങ്ങേപ്പുറത്തെ പല്ലിൽ അത് തന്നെയാണുള്ളത്, എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്. ഞാൻ അയാളോട് നിങ്ങൾ ബേജാറായില്ല, ശാസ്ത്രത്തിന് അന്ന് പറയുമ്പോ ഒരു ചെലവില്ല. എന്തോ ചെലവുണ്ടോ? ഇതാണ് ഏറ്റവും നല്ല സാധനം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന് എന്തോ ചെലവുണ്ടോ? പാവ എന്റെ വാപ്പാക്കാ ചെലവ്. ശാസ്ത്രത്തിന് ഇത് പറയാനൊരു ചെലവില്ല. ഇനി ഇപ്പൊ ഇത് മാറ്റിയിട്ട് ഞാനിത് മാറ്റി തന്നെങ്കിൽ ചെലവ്, ശാസ്ത്രത്തിന് എന്തോ ചെലവുണ്ടോ? ഇല്ല. ആർക്കാ ചെലവ്? എനിക്കാ ചെലവ്. അന്ന് വാപ്പെങ്കിലും ഉണ്ടായിരുന്നു താങ്ങാന്. അവർ തൊടാൻ പാടില്ല. ശാസ്ത്രത്തിന് ഇപ്പൊ നാളെ മാറ്റി പറയാൻ അന്നത്തതായിരുന്നു ശരി എന്ന് മാറ്റി പറയാൻ എന്തെങ്കിലും ചെലവുണ്ടോ? നമ്മളോട് ആരോടോ ചോദിക്കേണ്ടിയുണ്ടോ? വേണോ? കൊടകിൽ വന്നിട്ട് പത്രത്തിലൊക്കെ കൊടുത്തിട്ട് വേണം ഇത് മാറ്റി പറയാൻ? അതേസ്ഥാനത്ത് നമ്മളെ പേര്, നമ്മളെ SSLC ബുക്കിലുള്ള പേരൊന്ന് മാറ്റണം നിങ്ങൾ വിചാരിച്ചു നോക്കുക. അപ്പൊ തിരിയും എന്റെ ബുദ്ധിമുട്ട് എത്രയാണ് ഇല്ലേ? നമ്മളെ SSLC ബുക്കിലുള്ള പേര്, അല്ലെങ്കിൽ നമ്മളെ റേഷൻ കാർഡിലുള്ള പേര്, നമ്മളെ ID-യിലുള്ള പേര്, അതിനകത്ത് ഒരു P എന്നുള്ളത് ഒരു പാന്നാക്കണമെങ്കിൽ എത്രയാ അതിന്റെ അധ്വാനം എന്നറിയോ? ഒരു പുള്ളി മാറ്റണമെങ്കിൽ ആരെയൊക്കെ ബോധ്യപ്പെടുത്തണം, എവിടെയൊക്കെ കാല് പിടിക്കണം. ചിലത് മാറ്റി കിട്ടണമെങ്കിൽ ഇവൻ തന്നെയാണ് കേട്ടോ ഇവൻ എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുക്കണം. എങ്ങനെ? ഈ പറയുന്ന പേരിലുള്ള അറിയപ്പെടുന്ന ആള് തന്നെയാണ് ഇനി ഇങ്ങനെ അറിയപ്പെടാൻ പോകുന്ന ആള് ഇത് പത്രത്തിൽ കൊടുത്താലേ ചിലപ്പോൾ ഇത് മാറിക്കിട്ടുള്ളൂ. എന്ത് മാറിക്കിട്ടാനായതെന്നറിയോ? പായസത്തിന്റെ മധുരം മാറി കിട്ടാനുള്ള പണിയല്ല പറയുന്നത്, അല്ലെങ്കിൽ ബിരിയാണിയുടെ രുചി റെഡിയായി കിട്ടാനുള്ള പണിയല്ല പറയുന്നത്, നമ്മളെ സ്വന്തം പേര് മാറ്റി കിട്ടാനുള്ള പണിയായി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതുപോലെ ശാസ്ത്രം മാറ്റി പറയുമ്പോ പത്രത്തിൽ കൊടുത്തിട്ട് ജനങ്ങളൊക്കെ അംഗീകാരം വേണോ ശാസ്ത്രത്തിന്? ഓൽക്കൊരു അംഗീകാരം വേണ്ട. പിന്നെ ഓൽക്ക് മാർക്കറ്റിൽ ഏതാണോ കച്ചവടം കിട്ടേണ്ടത് അതിനനുസരിച്ച് വേണേ പറയാം. അവരങ്ങനെ പറയുന്നു ഞാൻ പറയുന്നില്ല, അങ്ങനെയാണ് അവർ പറയുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. പറയാൻ അങ്ങനെ അവസരം ഇല്ലേ? 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 എന്തോ പഠിച്ചോനെ പേടിക്കേണ്ടോ? പഠിച്ചോനെ പേടിക്കേണ്ടതുണ്ട്. വിശ്വാസമുള്ളവരാണ് പഠിച്ചോനെ പേടിക്കണം. ശാസ്ത്രത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അള്ളാനെ പേടിക്കാത്തൊരു പരിപാടിയും പറ്റൂല. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അന്ന് പറയുമ്പോ ഏറ്റവും വാല്യുബിളായി ഏറ്റവും മുന്തിയതാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ വായിൽ വെച്ച് തന്ന സാധനമാണ്. അതിന് ക്യാൻസർ ഉണ്ടാകുമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും നല്ല സാധനമല്ലേ നിങ്ങൾ എന്റെ വായിൽ വെക്കുക? അത് ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് നിങ്ങൾ എന്നെ പറയൂ അതുണ്ടായ ക്യാൻസർ ഉണ്ടാവും. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് ഇപ്പൊ എന്റെ പല്ലിങ്ങനെ മാറ്റി കിടക്കാനാവും. ഇതെവിടുന്ന പൈസ? ഇതെവിടുന്ന ഇങ്ങനെ പൈസ കിട്ടല്? അത് അന്നത്തെ വിശ്വാസം അനുസരിച്ച് അങ്ങ് ചെയ്യലല്ലേ. അങ്ങനെയാണല്ലോ. അതെ, നമ്മളൊരു നിസ്കാരം കിബിലയിൽ നിന്ന് ലേശം തെറ്റിയിട്ടാണ് നിസ്കരിച്ചത്, അതിന്റെ വക്തം കഴിഞ്ഞു പോയാൽ പിന്നെ മാറ്റിക്കരിക്കണം. വേണ്ട ഉസ്താദെ? വേണ്ട. അതിന്റെ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ മാറ്റി നിസ്കരിക്കണം നിർബന്ധമില്ല. എന്തുകൊണ്ട്? അതിന്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ ഇത് അടച്ചു കഴിഞ്ഞതാണ്, പണ്ടേ അടച്ചു കഴിഞ്ഞത്, അതിന്റെ വക്ത് കഴിഞ്ഞിരിക്കുന്നത്. അവിടെ മൂപ്പരിപ്പ് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് മാറ്റാൻ പോയില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാള് പറയുന്നത് അല്ലേ? ഇന്നത്തെ എന്തെങ്കിലും ടെക്നോളജി മനുഷ്യൻ കണ്ടുപിടിച്ചാൽ അത് ഇന്നത്തെ അനുഭവത്തിൽ മനസ്സിലാക്കിയതിൽ നിന്ന് ഏറ്റവും ടോപ്പാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. നാളെ അതിനെതിരെ എന്തെങ്കിലും ഒരു പുതിയ സാധനം വന്നാൽ അത് മാറിയിട്ടുണ്ട്, പുതിയതാണ് എന്ന് പറയുന്നു അല്ലേ? ഇതല്ലേ ശാസ്ത്രം. ഇതിനെ വിശ്വസിച്ചിട്ട് ആരെയാ തള്ളാൻ പറയുന്നത് അറിയോ? ഖാലിഖായ അല്ലാഹ്, എന്നും ജീവിക്കുന്ന അല്ലാഹ്, തുടക്കമില്ലാത്ത അല്ലാഹ്, അവസാനമില്ലാത്ത അല്ലാഹ്, അറിവിന് പരിധി പറയാനില്ലാത്ത അല്ലാഹ്, കാതില്ലാതെ കേൾക്കുന്നവനായ അല്ലാഹ്, കണ്ണില്ലാതെ കാണുന്നവനായ അല്ലാഹ്, പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ അറിയുന്ന അല്ലാഹ്, ഒന്നിന്റെയും സഹായമില്ലാതെ അറിയുന്ന അല്ലാഹ്. ആ റബ്ബിനെ കൈവച്ചിട്ട് ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകണം എന്ന് പറയുന്ന വിവരം കെട്ടവന്റെ വാക്ക് കേട്ടാൽ വയല് കേൾക്കുന്ന മുസ്ലിമേ,
ഈമാൻ മാത്രമാണോ? തലയിലെ തലച്ചോറ് കൂടി നഷ്ടപ്പെടേണ്ടതില്ലേ? ഈമാൻ മാത്രം നഷ്ടപ്പെട്ട ഇത് പറയാൻ കഴിയും? ഈമാൻ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അള്ളാഹനെ നിഷേധിക്കാൻ പറ്റുമായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തലച്ചോറും കൂടി ഇല്ലാതിരിക്കണം ശാസ്ത്രത്തിനെ വിശ്വസിച്ചിട്ട് ശാസ്ത്രമാണ് പഠിച്ചോന്ന് പറയണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരോട് പറയുന്നു, വയല് കേൾക്കുന്ന ഉപ്പമാരോട് പറയുന്നു, ചെറുപ്പക്കാരായ ന്യൂ ജനറേഷനോട് പറയുന്നു, ഏതോ വിവരം കെട്ട ആളുകൾ പറയുന്ന പുതുമ കേൾക്കുമ്പോഴേക്ക് പഴയ കാലത്തുള്ള ആളുകളൊന്നും ജീവിച്ചില്ല എന്ന് വിചാരിക്കണ്ട മോനെ. ഇപ്പൊ ചില ചെറുപ്പക്കാർക്കൊരു തോന്നലാണ്, നമ്മക്ക് വൈഫൈ ഉള്ള ലോകത്താ ജീവിക്കുന്നത്, ഞങ്ങള് ഹൈഫൈ ഉള്ള ലോകത്താ ജീവിക്കുന്നത്, ഫ്ലൈറ്റുകളുള്ള ലോകത്താ ജീവിക്കുന്നത്, റോക്കറ്റുകളുള്ള ലോകത്താ ജീവിക്കുന്നത്, AI ഉള്ള ലോകത്താ ജീവിക്കുന്നത്, എല്ലാ സംവിധാനങ്ങളുള്ള ലോകത്താ ജീവിക്കുന്നത്. മോനെ, ഇതൊന്നും ഒരു സംവിധാനമല്ല എന്ന് നീ അറിയണമെങ്കിൽ എവിടെ എത്തണം എന്നറിയോ? ഇതിന്റെയും അപ്പുറത്തെത്തുമ്പോഴാ ഇതുവരെ നിനക്ക് കിട്ടിയത് വലുതല്ലാന്നറിയുന്നത്. അങ്ങനല്ലേ? അങ്ങനല്ലേ? ഈ മൈക്കിന്റെ സ്റ്റാൻഡ് ഇപ്പൊ എത്ര ഹൈറ്റ് ഉണ്ട്? ഈ ഹൈറ്റ് അല്ലേ ഉള്ളൂ. അത് ഫുള്ളായിട്ട് പൊക്കി വെച്ചു. എന്നാ പിന്നെ എത്ര ഹൈറ്റ് ഉണ്ടാവും? മാക്സിമം ഹൈറ്റ് ആണ് അല്ലെ? എന്നല്ലേ നമ്മള് പറയാ? ഇനി അതിനേക്കാളും വലിയൊരു മനുഷ്യൻ വന്നാൽ എന്താ ചെയ്യാ? എനിക്കെന്നെ ഇപ്പൊ ഇത് മാക്സിമം ആയിരിക്കും. ഇനി എന്നെക്കാളും നീളമുള്ള ഒരാൾ വന്നാൽ എന്താ ചെയ്യാ? ഈ സ്റ്റാൻഡ് പറ്റൂല, അതിനേക്കാളായിട്ടുള്ള സ്റ്റാൻഡ് കൊണ്ടുവരും. അപ്പഴേ നമുക്ക് മനസ്സിലാകല് ഇങ്ങനെയും ചില സ്റ്റാൻഡുകൾ ലോകത്തുണ്ട് എന്ന്. നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് അറിയില്ല അല്ലെ? അങ്ങനെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അറിയാത്തതിനെ കുറിച്ച് മനുഷ്യനോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ വലിയ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ ഉദ്യോഗത്തിന് അർത്ഥമാക്കുന്നത്? എന്താ അതിന്റെ അർത്ഥം? ചിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കന്നഡയിലുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഉണ്ടോ? നിങ്ങൾ കേട്ടുകോ? ഇല്ല. മലയാളത്തിൽ കേട്ടുകോ? ഇല്ല. എനിക്കറിയോ? എനിക്കും അറിയില്ല. നിങ്ങളെന്തിനാ ഇത് പറഞ്ഞു? ഞാൻ ചൈനയിൽ നിന്ന് കേട്ടതാ. അതിന് എന്തോ ഒരു അർത്ഥമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അവർക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ ചിങ് എന്ന് പറഞ്ഞാൽ ഇവനിക്ക് എന്തോ പറ്റിയോ, ഇയാൾക്ക് എന്തോ പറ്റിയോ, എനിക്കത് അറിയില്ല. അത് ചിങ് അവൻ പറയുമ്പോ അതിനെന്തോ അർത്ഥം ഉണ്ടാവും. ഞാൻ ചൈനക്കാരൻ്റെ അടുത്ത് കേട്ടാണ് ചിങ് ചാങ് ചുങ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഓനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ എനിക്ക് വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകൂല. അപ്പൊ ഇത് അറിയാത്ത, ഇത് ചൈനീസ് ഭാഷയാണ് എന്ന് പോലും അറിയാത്ത നമ്മളെ മുന്നിൽ വന്നിട്ട് ഒരാളിങ്ങനെ പറഞ്ഞാലോ നമ്മൾ പറയും എനിക്ക് എന്താ പറ്റിയത്? ഇനി ഇന്നലെ വരെ ഇങ്ങനെ സൂക്കേടൊന്നും കണ്ടില്ലല്ലോ, മെഞ്ഞാന്ന് വരെ കണ്ടു. അപ്പൊ ഇവൻ പറയാണ് ഞാൻ മെഞ്ഞാന്ന് ചൈനയിൽ നിന്ന് വന്നതാണ്, ചൈനയിൽ ഞാൻ ഈ ഭാഷ പഠിച്ചതാണ്, നിനക്കറിയില്ല പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അത് അറിവുള്ളവൻ പറഞ്ഞപ്പോഴാ നമുക്ക് മനസ്സിലായത്. അറിവില്ലാത്തവന്റെ മുന്നിൽ ആർക്കും പറഞ്ഞാൽ തിരിയാത്തവനാണെങ്കിലോ, ചൈനന്നും ചൈന ഭാഷയും പറഞ്ഞാൽ രണ്ടും തിരിയാത്തവനാണെങ്കിലോ, ചൈന വന്ന സാധനം ഉപയോഗിക്കുന്നവനാണെങ്കിൽ ഓനോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാകൂല. ഇതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കണ്ണുകൊണ്ട് കണ്ടത്, അവൻ തൊട്ടത്, അവൻ അനുഭവിച്ചത്, അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ അനുഭവിച്ചതല്ലാതെ മനുഷ്യൻ എന്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകൂല അല്ലേ? മനസ്സിലാവോ? നിങ്ങളോട് ഞാൻ ബത്തക്കാതെ പറഞ്ഞു. അല്ലോ വഴിയാറെ ബത്തക്ക ഇപ്പൊ വരുവോ? ഇപ്പൊ വരുന്നല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. ബത്തക്ക ഇല്ലേ അല്ലേ? ബത്തക്ക ഇല്ലേ നിങ്ങളുടെ നാട്ടില്? ബത്തക്ക എങ്ങനെയാ? ഉരുണ്ടിട്ട് അല്ലേ? ഉരുണ്ടിട്ടല്ലേ? ഭൂമി പോലെ ഉരുണ്ടിട്ടാണ് ബത്തക്ക അല്ലെ? എല്ലാ ബത്തക്ക എങ്ങനെയല്ല. ബത്തക്ക, ആ ബത്തക്ക എന്ന് പറയുന്ന സാധനം ഇവിടെ എന്തായാലും പറയാ? ബത്തീഖ് എന്ന് പറയാ? ബത്തക്ക എന്ന് തന്നെയാ പറയാ? തിരിച്ചല്ലല്ലോ? അല്ല, ബത്തക്ക എന്ന് തന്നെയാ പറയാ. ഈ ബത്തക്ക എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ബത്തക്ക എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലൊരു ബത്തക്ക വന്നില്ലേ അല്ലേ? വന്നില്ലേ? മുമ്പ് കാലത്തൊക്കെ മഞ്ഞ ബത്തക്ക ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ മഞ്ഞ ബത്തക്ക മനസ്സിൽ വരുന്നില്ലേ അല്ലേ? പച്ച മാത്രമേ വരുന്നുള്ളൂ? അല്ല, ഇപ്പൊ മഞ്ഞയും വരുന്നുണ്ട്. അതിപ്പോ എത്രയായി തുടങ്ങിയിട്ട്? അത് വരാൻ തുടങ്ങിയ മുതൽ തുടങ്ങിയതാ. ഇപ്പോഴേ അതിനെ പറ്റി അറിയുള്ളൂ. 10 കൊല്ലം നിങ്ങൾ ആരെങ്കിലും മഞ്ഞ ബത്തക്ക ഉണ്ടോ? എവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളെ കൊടകിലും ഇല്ലേ? പിന്നെ ലോകത്തേടെ ഉണ്ടായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മഞ്ഞ ബത്തക്ക ഇപ്പൊ മനസ്സിൽ വരുന്നുണ്ട്. 10 കൊല്ലം മുമ്പുള്ള ആളുകളോട് ബത്തക്ക എന്ന് പറയുമ്പോൾ ആ മഞ്ഞ ബത്തക്ക വരുവോ? എന്താ വരാത്തത്? എന്തുകൊണ്ടാ വരാത്തത്? അത് കണ്ടിട്ടില്ല മൊയ്ലിയാരെ. അങ്ങനെ ഒരു സാധനം ഉണ്ട് കണ്ടാലല്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാകല് അല്ലേ? റംബുട്ടാൻ മറ്റൊരു ഫ്രൂട്ട് ഉണ്ട് ഇപ്പൊ അല്ലേ? നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ കണ്ടിരുന്നോ റംബുട്ടാന്? ഇല്ല. അതെ, റംബുട്ടാൻ ചത്തുവായിരുന്നു? അല്ല, മൂപ്പരിപ്പൊ അടുത്താർക്കോ പ്രസവിച്ചതാ. അല്ല, വണ്ടേ ഉണ്ടായിരുന്നു, നമ്മള് കണ്ടിട്ടില്ല. അന്ന് നമ്മളോട് റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കോ മനസ്സിലാവോ? ഇല്ല. ഇപ്പൊ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയൂലേ? ഞങ്ങളെ കൊടകിലൊക്കെ ഇപ്പൊ കുറെ കാപ്പി മാറ്റിയിട്ട് ഇപ്പൊ അതാ വലിയ കൃഷി. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ചിലയിടങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. അവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ റംബുട്ടാൻ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഒരു 10-20 കൊല്ലം മുമ്പ് കാണാത്ത കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്.
മനുഷ്യന് എവിടെയോ ഏതോ ഒരു രൂപം കണ്ട് മനസ്സിലാക്കിയതേ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ടാണ് ചിലര് പടച്ചവനെ പറ്റി നമ്മൾ പറയാണ് കണ്ണില്ലാതെ കാണുന്നവനാണ്. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, പഠിച്ചോനെ ഞാൻ കണ്ണുകൊണ്ടാണല്ലോ കാണുന്നത്, അപ്പൊ കണ്ണില്ലാതെ കാണുന്നത് എങ്ങനെയായിരിക്കും? പൂച്ചേനെ നോക്കി മൂപ്പർക്കും കണ്ണ് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഇയാള് നായനെ നോക്കി അയാൾക്കും കണ്ണ് കാണുന്നുണ്ട്. ആനേനെ നോക്കി വലിയ ജീവിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്കുണ്ട് ഒരു ചെറിയ കണ്ണ്. ആളെ വലുപ്പത്തിനനുസരിച്ചുള്ള കണ്ണില്ലെങ്കിലും മൂപ്പരെ കണ്ണുകൊണ്ട് മൂപ്പര് കാണേണ്ടതൊക്കെ കാണുന്നുണ്ട്. അയാളെ വലുപ്പത്തിനനുസരിച്ച് കണ്ണു വേണമെന്നില്ല. അതെപ്പോ മനസ്സിലായി? എന്നെ നോക്കുമ്പോൾ എന്റെ കണ്ണും ആനയുടെ അടുത്തേക്ക് വെച്ച് നോക്കുമ്പോ ആനയുടെ കണ്ണും വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം കാണാനില്ല. എന്റെ വലുപ്പത്തിനനുസരിച്ചാണ് എന്റെ കണ്ണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ ഉണ്ടാകും. ഇവിടുന്ന് മുതൽ താഴെ വരെയുള്ള ഒരു കണ്ണ് കണ്ണ് കണ്ടാ മനുഷ്യന്മാർക്ക് ബേജാറാവൂലേ? കണ്ണ് കണ്ട് മേടിച്ചു ചെയ്യുന്നല്ലേ പറയാ. പിന്നെ അങ്ങനത്തെ കണ്ണ് കണ്ട് മേടിക്കുന്ന പണിയോ? അതേ സ്ഥാനത്ത് ആന എന്ന് പറയുന്ന വലിയ ജീവിയാണെങ്കിൽ പോലും അതിന്റെ കണ്ണ് വളരെ ചെറുതാ. ആ കണ്ണിൽ കാണാൻ ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാ ആ റബ്ബ് തന്നെ രാത്രിയിൽ കാണാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഇല്ലേ? നമ്മളൊക്കെ രാത്രി കാണൂലേ? എപ്പോഴാ കാണുക? ഇതുപോലുള്ള ടോർച്ചോ അല്ലെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി വിളക്കോ അല്ലെങ്കിൽ ഒരു തീന്റെ വെളിച്ചോ എന്തെങ്കിലും ഒന്നുമില്ല. ആകാശത്തുള്ള നമ്മളെ ചന്ദ്രൻ ഉണ്ടല്ലോ, മൂപ്പര വെളിച്ചെങ്കിലും വേണം. ഇല്ലേ? കാണുവോ? ഊരാക്കി ഇരുട്ടിനുള്ളിൽ കണ്ണിന് കാഴ്ചയുള്ള ആരെങ്കിലും നമ്മളെ സദസ്സിലുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ ഡബിൾ സാലറി ഞാൻ തരൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. രാത്രി കൂരിട്ടിൽ കാണണമെന്ന് മാത്രം. ഇപ്പൊ കിട്ടുന്ന സാലറിന്റെ ഡബിൾ സാലറി ഞാൻ തരും. എന്തായാലും തരും. എവിടെയാ വേണ്ട? ഇന്ത്യയിൽ വേണോ ജോലി ഞാൻ തരും, അമേരിക്കയിൽ വേണോ ഞാൻ തരും, എവിടെ വേണമെങ്കിലും തരും. ആരെങ്കിലും ഉണ്ടോ? രാത്രിയിൽ കൂരാക്കിരുട്ടിൽ കാണണേ? വെറുതെ പറഞ്ഞാൽ പോരെ, ഞാൻ ഇന്റർവ്യൂ നടത്തു. അങ്ങനെ കാഴ്ചയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? അങ്ങനെ ഒരു മൂങ്ങ നമ്മളെ കൂട്ടത്തിലില്ല. ആ ജീവിന്റെ പേരാ മൂങ്ങ എന്ന് പറയുന്നത്. അതെന്തേ നമ്മള് കാണാത്തത്? ഇരുട്ടത്ത് കാണാൻ മനുഷ്യൻ അല്ലാഹു അവസരം തന്നിട്ടില്ല. എന്തേ മൂങ്ങക്ക് കാണുന്നത്? നിങ്ങൾ പറഞ്ഞ രാജ്യം തന്നെ അതിന്റെ പേര്, അല്ലാതെ വേറെ എന്തോനായിരുന്നു അല്ലെ? മൂങ്ങക്ക് എന്തേലും പറയാ? ഊമൻ. ഊമന് കാണുന്നുണ്ട്. മൂപ്പര് രാത്രിയിൽ നല്ല ജോറ് കാണുന്നുണ്ട്. നിങ്ങളെങ്ങാനും മൂപ്പര് വരുന്ന സമയത്ത് ഉറൂസിന്റെ ലൈറ്റ് ഇട്ടാ മൂപ്പര് കാണൂല. അത് ഔലിയാക്കളെ പേരിൽ ഉറൂസിന് കെട്ടിയ ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്ക് കാഴ്ച ഉണ്ടാകൂല. കാരണം വെളിച്ചത്ത് കാണാൻ മൂപ്പർക്ക് കഴിവില്ല. ഇതെന്തിനാ പടച്ച റബ്ബ് വെച്ചത് എന്നറിയോ? എന്നെയും നിന്നെയും ബോധ്യപ്പെടുത്താനാ. കാണാൻ വെളിച്ചം വേണമെന്നില്ല. നിനക്ക് കാണണമെങ്കിൽ വെളിച്ചം വേണം, അതേ സ്ഥാനത്ത് കാണാൻ വെളിച്ചം വേണമെന്നില്ല എന്ന് നിന്നെ ബോധ്യപ്പെടുത്താണ്. അങ്ങനെയും കാണുന്ന ജീവികളെ റബ്ബ് പടച്ചു വെച്ചു പോയി. ഈജിപ്തിൽ നിന്ന് അതാ അൽ-അസ്ഹറിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ റൂമിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേട്ട് അല്പം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ തൊട്ടടുത്തുള്ള ഒരു ചെറിയ പെട്ടിപ്പീടിക പോലെയുള്ള ചെറിയ കുശിനിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഖിറാത്ത് കേട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കി. എന്തൊരു സൗന്ദര്യമുള്ള ഓത്താ! അങ്ങനെയുണ്ടല്ലോ ഖുർആൻ എന്ന് പറയുന്നത്. ഓതേണ്ടത് പോലെ ഓതിയാൽ ഇത്ര ഭംഗിയുള്ള സംഗീതങ്ങളില്ല, ഇത്ര ഭംഗിയുള്ളതായി ലോകത്തൊന്നും പറയാനില്ല. ഇപ്പൊ ചിലർക്ക് പേടിയാ, മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയാ പഠിച്ചോനെ ബേജാറാവോ? അങ്ങനെ മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയാ, നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മരിച്ച വീട്ടിൽ പിന്നെ എന്താ വേണ്ടത്? ഖുർആൻ ഓതുന്നതിന് പകരം പിന്നെ എന്താ വേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മരിച്ച വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്തോ ക്ലോസറ്റോ അല്ലെ ടോയ്ലറ്റോ ആണോ മറ്റോ ആണോ ഈ മരിച്ച വീട് എന്ന് പറഞ്ഞാൽ? ഇവരങ്ങനെ തെറ്റിദ്ധരിച്ചു തോന്നുന്നു. ക്ലോസറ്റ് എന്നൊക്കെ പറയും പോലെ, അതുപോലെ ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്തോ നീചമായ സ്ഥലമാണ്. മരിച്ച വീട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലത്ത് എണ്ണുന്നതാണ് ഇവര്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതൽ ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെ പോയാലും സ്വതേ മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതും. കാരണം ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ശുപാർശകന്. ഇത് പേരോടിന്റെ മകന്റെ വകയിലാണ് എന്ന് വിചാരിക്കണ്ട. മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്ന ഉപദേശം, ജീവിതത്തിലും മരണത്തിന്റെ ശേഷവും വിജയം വേണോ?
ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓത്തിനെ പതിവാക്കിക്കോ. എത്ര ഖുർആൻ ഓതാൻ കഴിയോ അത്രയും ജീവിതത്തിൽ ഓത്തിനെ അധികരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല കേൾക്കുന്ന വിശ്വാസികളെ എത്രത്തോളം ഖുർആൻ ഓതാൻ കഴിയോ ജീവിതത്തിൽ അത് നടപ്പാക്കി വെക്കണം. അങ്ങനെ ഖുർആൻ ഓതുന്നവൻ റബ്ബിന്റെ മുന്നിൽ വലിയ ബഹുമാനമുള്ളവനാണ്. മരിച്ചവരുടെ പേരിൽ എത്രത്തോളം ഖുർആൻ ഓതാൻ കഴിയോ നമുക്കൊരു നട്ടവും വരാനില്ല. ഓതുന്ന സമയത്ത് ഉപ്പാപ്പനെ ഓർമ്മിച്ച് ഖുർആൻ ഓദിക്കൂ. നിന്റെ പ്രതിഫലം നഷ്ടപ്പെടാനില്ല, കുറവ് വരാനില്ല. കാരണം നീ ദുആ ചെയ്യുന്നത് തന്നെ മിസ്ല സവാബ് എത്തിക്കണേന്ന് അല്ലേ. നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ഫാത്തിഹ വിളിച്ചിട്ട് ദ്വാരക്കുമ്പോ എന്താ ദ്വാരക്ക? മിസ്ല സവാബ് എത്തിക്കണേന്നാ ദ്വാരക്കുന്നത്. നമ്മൾ ഓതിയന്റെ പ്രതിഫലം എത്തിക്കണേന്നല്ല. അതുപോലത്തെ തോൽക്കും കൊടുക്കണേ. ഓൽക്കും വേണ്ടിയാ ഞാൻ ഓതിയത്. എനക്കെന്തായാലും ഇനി തരുമെന്നറിയാം. കാരണം ഞാനല്ലേ പണിയെടുത്തത്. എന്തായാലും ഞാനല്ലേ പണിയെടുത്തത്. അവിടെ എനിക്ക് അതിന്റെ കൂലി കിട്ടുമെന്ന് അറിയാം. അതിന്റെ കൂടെ പഠിച്ചോനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പക്ക് കൊടുക്കണം, എന്റെ വാപ്പക്ക് കൊടുക്കണം, ഉമ്മക്ക് കൊടുക്കണം, ഭാര്യക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, ചേട്ടാനുജന്മർക്ക് കൊടുക്കണം. അത് ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവർക്ക് വേണ്ടി, അവരെ താല്പര്യത്തിന് വേണ്ടി മക്കൾ ഓതുന്ന ഖുർആൻ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. മുസ്തജാബാത്ത് പേരോടിന്റെ മകന്റെ വകയിലാണ് എന്ന് വിചാരിക്കണ്ട. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഇദാ മത്തൽ മുസ്ലിമു ഇൻഖതഅമലു ഇല്ലാ ബിസലാത്ത്. മരിച്ചാൽ മുറിഞ്ഞു പോകാത്ത അമലുകളെ കൂട്ടത്തിലൊരു അമലാണ് മകൻ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മള് മക്കള് എന്ന് ദുആ ചെയ്താൽ മാത്രമാണോ? അല്ല, മക്കള് ഏത് നന്മ ചെയ്താലും അതിന്റെ ഒരു പങ്ക് ബാപ്പക്കുള്ളതാണ്, അല്ലേ, ഉമ്മക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. കാരണം അവരല്ലേ എന്റെ ഈമാനിന്റെ വഴിയിലേക്ക് എത്തി, അവരല്ലേ എന്റെ ഈമാനിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ കാരണമായത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഖുർആനോത്തിനെ പതിവാക്കിക്കോ. ജീവിതം വിജയകരമാകാൻ അത് മതിയായി പോയി. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നുപോയോ? ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ് ഇത് പറയുമ്പോ അത്ഭുതപ്പെടേണ്ടതില്ല. കാതില്ലാതെ കേൾക്കുന്നവനാണ് ഇത് പറയുമ്പോ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലേ, അത്ഭുതപ്പെടേണ്ടോ? നമ്മളെ മൊബൈൽ ഫോണില്ലേ, ആ മൊബൈൽ ഫോണിൽ നിങ്ങൾ അടിച്ചു നോക്ക്. മൊബൈൽ ഫോണിൽ വിളിക്കുക, 100 വിളിക്കുക. ഇപ്പൊ വിളിക്കല്ലോ കേട്ടോ, ഞാൻ പോയിട്ട് വിളിച്ചോളി. അത് ആംബുലൻസോ പോലീസുകാരോ എടുത്തിട്ട് പിന്നെ എന്നെ പറയുന്ന കാര്യം ഉണ്ടാവില്ല. ഞാൻ ഉദാഹരണം പറയാം. 100 വിളിക്കുക, അല്ലെ 101 വിളിക്കുക. ഉദാഹരണമാണ്, ആരും വിളിക്കല്ലേ, കുഴപ്പമുണ്ടാക്കരുത്, ഉറൂസം കഴിഞ്ഞോട്ടെ. അപ്പൊ ഈ 100 101 നമ്മൾ വിളിക്കുമ്പോ മൂപ്പർക്കെന്തോ കേൾവിയുണ്ടോ? ഉണ്ടോ? മൂപ്പർക്ക് കേൾവിയുണ്ടോ? നിങ്ങൾ ഈ ഫോണിന് കേൾവിയുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഫോണിന് കേൾവിയുണ്ടോ? ഇല്ല. മൂപ്പർക്കൊന്നും അറിയില്ല. മൂപ്പർ 100 അടിക്കുമ്പോ നമ്മളോട് പറയാ, ഏയ് ഇപ്പൊ എന്താ 100 വിളിക്കുന്നത്, ഇവിടെ ഒരു പ്രയാസവും ഞാൻ കാണുന്നില്ലല്ലോ. ഇനി സംവിധാനം വന്നാൽ വരൂലെന്നല്ലേ ഞാൻ പറയുന്നുട്ടോ. സംവിധാനം വന്നാൽ ചിലപ്പോ ഞമ്മക്ക് തെറ്റുപറ്റിയാ മൂപ്പർ പറയേ ഇങ്ങനെയൊന്നല്ല വേണ്ട, ഇനി പറഞ്ഞ തെറ്റാടോ, ഇങ്ങനെയൊന്നല്ല വേണ്ട, എങ്ങനെയാ വേണ്ടത് എന്ന് പറയും. അതിനാ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകല്. ഇപ്പൊ ഇതുവരെ ചില ന്യൂ ജനറേഷൻ വിചാരിച്ചല്ലോ നമ്മൾ ഭയങ്കര ജോറിലാണ്, വൈഫൈ ലോകത്താണ്, ഹൈഫൈയിലാണെന്നൊക്കെ വിചാരിച്ചില്ലേ. ഒക്കെ വന്നാൽ ഇപ്പൊ അങ്ങ് കുറയും. അപ്പൊ നമ്മളെ മക്കളെ ഇപ്പൊ ഇതുവരെ ഇങ്ങനെ ഭയങ്കര ജോറന്മാരായിട്ട് ഇങ്ങനെ വളർന്നു വന്ന പുതിയ 35-40 വയസ്സുള്ള ജോറന്മാരുണ്ടല്ലോ, അവർക്ക് ഈ സംവിധാനത്തെ കുറിച്ച് പെട്ടെന്ന് ദഹിക്കൂല. അത് പെട്ടെന്ന് ദഹിക്കുന്നവരാ ഇനി വരാൻ പോകുന്ന സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അവര് നമ്മളിട്ടിങ്ങനെ വട്ടം കറക്കാൻ പോകുന്നുണ്ട്. ആര്? നമ്മളെ മക്കളെ. നമ്മളെ ഉപ്പമാർക്കൊക്കെ വട്ടം കറക്കാൻ വേണ്ടി ശ്രമിച്ചവരാണെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് ഇട്ട് പണി തരാൻ പോകുന്നുണ്ട്, ബേജാറാകണ്ട. അല്ലെ, പാപ്പാനെ കണ്ടപ്പോ തന്ത വൈബിള്ള വാപ്പയാണെന്നൊക്കെ തോന്നിക്കോ. ഈ ബാപ്പാക്ക് ഇതൊന്നും മനസ്സിലാകൂല. ഇന്നത്തെ കാലത്തുള്ളൊന്നും എന്റെ ഉപ്പാക്ക് തിരിയൂല. അത്രയെല്ലാം പ്രായമായില്ലേ, അയാളൊരു പ്രായം ചെന്ന മനുഷ്യനാണ്, അയാൾക്ക് ഇതൊന്നും അറിയില്ലാന്ന് തോന്നിയോ? ബേജാറാകണ്ട, വരാനിരിക്കുന്നുണ്ട് നമ്മളെ ജനറേഷൻ. ഏത് ജനറേഷൻ? ഞമ്മക്ക് മനസ്സിലാകൂല എന്ന് പറയുന്ന ഒരു ജനറേഷൻ വരാനുണ്ട്. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഞങ്ങൾ ന്യൂ ജനറേഷനാണ്, ഞങ്ങൾക്ക് തിരിയുന്നത് പോലെയൊന്നും പഴയ ഉപ്പാപ്പാർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അല്ലെ, തിരിഞ്ഞോ? ക്യാമറ തിരിഞ്ഞോ എന്നല്ലേ ചോദിച്ചത്.
പഴയ കാലത്തുള്ള ഉപ്പാപ്പാർക്ക് തിരിഞ്ഞോന്നാ ചോദിച്ചത്. ഇങ്ങോട്ടൊക്കെ അല്ലേ, തിരിഞ്ഞോ? ഇല്ല. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് അങ്ങനെ തോന്നുകയാണ്, പഴയ കാലത്തൊന്നും തിരിഞ്ഞ പോലെയൊന്നും നമുക്ക് തിരിയും പോലെ നോക്കി തിരിഞ്ഞിട്ടില്ല അല്ലെ. ഇപ്പോഴത്തെ കുട്ടിക്ക് അങ്ങനെ തോന്നുകയാണ്. ബേജാറാകണ്ട, നമുക്കും വരാൻ പോകുന്നുണ്ട് അവസരം. നമുക്ക് കുറച്ച് കഴിയുമ്പോ AIO എല്ലാം ഉണ്ടാകുക, CIO അല്ലെങ്കിൽ DYSP ഒക്കെ ഉണ്ടാകുക. അപ്പൊ മൂപ്പരായിരിക്കും ലോകം നിയന്ത്രിക്കുന്നത്. ഏത് പോലീസുകാരന്റെ പേരല്ല, ടെക്നോളജിയുടെ പേരായ പറയുന്നത്. അങ്ങനെ ഏതോ പേരിൽ ടെക്നോളജി ഉണ്ടാവും. ആ ടെക്നോളജി വന്നപ്പോ നമ്മളെ മക്കൾ പറയും അയാളെ തന്തയാണ്, അയാൾ AI അല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മളെ ലോകമൊന്നും കണ്ടില്ല. അപ്പൊ നമ്മളെ പറ്റി പറയും അയാൾ പ്രായമുള്ള ആളല്ലേ, അയാൾ AI ഒക്കെ കണ്ട് ചെറുങ്ങനെ ജീവിച്ചു പോയ മത്സ്യന്മാരാ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് നമ്മളീ പറയുന്നൊന്നും തിരിയൂലെന്ന്. അവർക്ക് തിരിയൂല, കാരണം നമ്മൾ അനുഭവിച്ചൊന്നും വരാം, അവരനുഭവിച്ചിട്ടില്ല. അവർക്ക് തീരുവോ? ഇല്ല. അവർക്കും കൊടുക്കാൻ വേണ്ടി വേറൊരു ടീം വരാനുണ്ട്. ആ മക്കള് അവര് കൊടുത്തോളൂ, നിങ്ങൾ ബേജാറാണ്ട്. അത് വൈക്കൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴുള്ള ഉപ്പാപ്പാരും വലിയ ചോറായിരിക്കണ്ട. ചിലപ്പോ നമ്മളെ പാപ്പാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പണിയാണ് എന്ന് വിചാരിച്ചാൽ മതി. ആരും ഞങ്ങൾ ജോറന്മാരാണെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹമില്ല എന്ന് ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് കിബറിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഫിറോൻ ജീവിച്ചത് ഏത് കൊല്ല ഫിറോൻ ജീവിച്ചത്? 1400 കൊല്ലായോ? എന്തായാലും ആയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലം കഴിഞ്ഞിട്ട് തന്നെ 1400 ആയി. 1400 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണോ ഫിറോൻ? എന്തായാലും ഉറപ്പാ. 2000 ആയോ? 2000 ആയി. 2025 എന്തായാലും ആയി. ഈസാ നബീന്റെ കാലം മുമ്പാ മൂസാ നബീന്റെ കാലം. 5000-ലേറെ വർഷമായി മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി മൂസ നബീന അലൈഹി ഇസ്ലാമിന്റെ ജീവിതം ഇവിടെ നടന്നിട്ട് ചോദിക്കട്ടെ, അന്നുണ്ടായിരുന്ന മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള ഫിറോൻ ചിന്തിച്ചോ 2025 വരുന്ന AI ഇല്ലേ, ഞാനെന്ത് കിബർ അടിക്കാനാ, AI ഒക്കെ വരുന്ന ലോകമല്ലേ, അങ്ങനെ വിചാരിച്ചോ ഫിറോന്? എന്ത് കിബറായിരുന്നു എന്നറിയോ? അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നാ പറഞ്ഞത്. നമ്മളൊന്നും ഇതുവരെ ചിന്തിക്കാത്തതാ മൂപ്പരവാദം അല്ലെ. ഞാൻ വലിയ പടച്ചോനാണോ എന്നാ പറഞ്ഞത്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ വലിയ ശാസ്ത്രജ്ഞനാണെന്നൊന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ജോറനാണ്, ഞാൻ ടെക്നോളജി ഉള്ള ആളാണെന്നൊന്നല്ല മൂപ്പര് പറഞ്ഞത്. പിന്നെ വലിയതാ വിളിച്ചത്. എങ്ങനെ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ വലിയ പ്രവാചകനാന്നല്ല പറഞ്ഞത്. പിന്നെ എല്ലാം മറികടന്ന് ഔലിയാക്കൾ, അമ്പിയാക്കൾ, മുർസലീകള്, എല്ലാ ഉലുൽ അസ്മികളെയും മറികടന്നിട്ട് ഞാൻ പടച്ചോനാന്നുള്ള വാദ ആ ഫിർഔനുൽ ലഈനിനുണ്ടായത്. ഒരു കുറവില്ലായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മൾ ഭയങ്കര ജോറന്മാരാണെന്നൊന്നും വിചാരിക്കണ്ട. ഫിറോനിലുണ്ടായിരുന്നു അങ്ങനെയുള്ള കിബറൊക്കെ. ആധുനിക യുഗത്തിൽ നമ്മൾ പറയുമ്പോ ഇസ്ലാം അത് പഴയ നൂറ്റാണ്ട് പറയേണ്ടതാണ്, 6-ാം നൂറ്റാണ്ടിലെ കഥകളാണ് എന്നൊന്നും വിചാരിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 6-ാം നൂറ്റാണ്ടും 4-ാം നൂറ്റാണ്ടും തിരുത്താൻ വരുന്ന മക്കളുണ്ട്, ഉതിരിൽ നിന്ന് മറന്നു പോകരുത്. മുതുകത്ത് കിടക്കുന്നുണ്ട്, അവര് വന്ന് പകരം വെട്ടിക്കോളും. അവിടെ അത്തരം ചിന്താഗതി നമുക്ക് ഉണ്ടാകരുത്. ഏത് കാലത്തും പറയാൻ പറ്റുന്ന ഒരു മതം ഉണ്ടെങ്കിൽ ആ മതത്തിന്റെ പേരാണ് ഇസ്ലാം. ഒരു മാറ്റത്തിരുത്തലിന്റെ ആവശ്യമില്ല. നിങ്ങൾ AI വന്നാലും, നിങ്ങൾ CI വന്നാലും, DYSP വന്നാലും, എന്ത് ടെക്നോളജി വന്നാലും, ഏത് പേരിൽ വരുന്ന ടെക്നോളജികളാണെങ്കിലും മുസ്ലിമെ നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിനൊരു മാറ്റവും വരുത്തേണ്ടി വരൂല. നിങ്ങൾ നോക്കിക്കോ, ഖുർആൻ എന്നും ഖുർആനായി നിലനിന്നിരിക്കും. അത് റബ്ബ് ഏറ്റെടുത്ത കാര്യമാണ്. അത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഈമാനുള്ള വിശ്വാസികളെ, ആ റബ്ബിനെ യഥാർത്ഥത്തിൽ അറിയാൻ ഒരു മുസ്ലിമിന് കഴിഞ്ഞാൽ, ആ റബ്ബിനെ എത്രത്തോളം ഒരു മുസ്ലിമിന് അറിയാൻ കഴിയുന്നുള്ളോ, ആ റബ്ബിനെ എത്രത്തോളം അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നുള്ളൂ, അവന്റെ ക്വാളിറ്റി അധികരിച്ചു പോയി. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടത്, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നു, പ്രായം തന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. ബക്കറ്റ് വരുന്ന സമയത്ത് നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് നിന്റെ ഇൽമ് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടെ മരിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് അല്ലാഹ്. വയലുകൾക്കെന്ന വിശ്വാസികളെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹുവിനെ ഭയന്നുള്ള ജീവിതത്തിൽ സമ്പാദിക്കണം. എവിടം വരെയാണ് എൻ്റെ പോക്ക് എന്ന് എനിക്കറിയില്ല, എവിടം വരെയാണ് നിങ്ങളെ യാത്ര എന്ന് നിങ്ങൾക്കറിയില്ല. നമ്മളെ ജീവിതം ഒരിക്കലും ഒരു നാൽക്കാലിയുടെ ജീവിതമാകാൻ നിർവാഹമില്ല. എന്താണ് ആ നാൽക്കാലികളുടെ ജീവിതം?
ആ നാൽക്കാലികൾക്ക് ദിവസവും നേരം വെളുക്കുന്നുണ്ട്, രാത്രിയാകുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, പിന്നെയും നേരം വെളുക്കുന്നുണ്ട്, രാത്രിയാകുന്നുണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള ചില ജീവികളെ കണ്ടില്ലേ നിങ്ങള്? ഇതുപോലെ മനുഷ്യനാകാൻ നിർവാഹമില്ല. മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിവ് തന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ മുന്നിൽ ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാതെ മനുഷ്യൻ മരിച്ചുപോയാൽ അവൻ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്റെ വയല് കേൾക്കാൻ വന്ന വിശ്വാസികളോട്, വയല് പറയുന്ന ഈ പാവപ്പെട്ട മുതല്ലിമിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ: രക്ഷപ്പെടാനുള്ള വഴി പണമാണെന്ന് ചിന്തിക്കരുത്. പണം വേണ്ടാന്നല്ല, രക്ഷപ്പെടാനുള്ള വഴി പണമാണ് എന്ന് വിചാരിക്കരുത്. രക്ഷപ്പെടാനുള്ള വഴി പണമല്ല, രക്ഷപ്പെടാനുള്ള വഴി അത്തരം ഏതെങ്കിലും ഭൗതികമായ എന്തെങ്കിലും ഉന്നമനങ്ങളല്ല, സ്ഥാനങ്ങളല്ല. അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലെ വിജയം. അല്ലാതെ ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിലെ വിജയം വേണോ, ശരിയായ വിജയം വേണോ? ആ വിജയം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചവരാണ് ഖുർആൻ പറയുന്നത്. അവർക്കുണ്ടാകേണ്ട ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ക്വാളിറ്റി എന്താണ്? ഒന്നാമത്തെ മൂമിനുണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്? നല്ല കന്തൂറ ധരിക്കലാണോ? അല്ല. നല്ല തലപ്പാവുണ്ടാകലാണോ? അല്ല. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന വേഷവിധാനമാകലാണോ? അല്ല. അതൊക്കെ ഉണ്ടാകണം. ഉണ്ടാകണ്ട എന്നല്ല യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി. മൂമിനിന്റെ ക്വാളിറ്റി എവിടെയാണ്? ഈമാനിന്റെ ക്വാളിറ്റി യഥാർത്ഥത്തിൽ അറിയേണ്ടത് എവിടെയാണ് എന്നറിയോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. ആ നിസ്കാരത്തെ കുറിച്ച് ആ ഉപ്പമാരെ, ഉമ്മമാരെ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചതിൽ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ച നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിന്റെ കഥയാ ഞാൻ ചോദിച്ചത്. അത് പറയുന്ന സമയത്തെങ്കിലും ഇത് അല്ലാഹ്ക്കുള്ള ഒരു ഇബാദത്താണല്ലോ എന്ന ചിന്തയോടെ ഒരു നിയ്യത്തെങ്കിലും പൂർത്തീകരിക്കാൻ ഇന്നത്തെ സുബഹിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ട് സുബഹിന്റെ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്ന റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്: വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. റബ്ബേ, നിന്റെ മുന്നിലാണ് ഞാൻ ഈ മുന്നിട്ടിരിക്കുന്നത് നാ പ്രഖ്യാപിച്ചത്. വയല് കേൾക്കുന്ന മുസ്ലിമേ, ഇത് പറയുമ്പോഴെങ്കിലും ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലാണല്ലോ എഴുന്നേറ്റ് നിന്നത് എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു, നിങ്ങളെ മനസ്സിൽ വന്നു. ഇല്ലെങ്കിൽ ഞാൻ എവിടെയോ മാറേണ്ടതുണ്ടല്ലോ, നമ്മൾ എവിടെയൊക്കെയോ തിരുത്തേണ്ടതുണ്ടല്ലോ, എവിടെയൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടല്ലോ. ആ മാറ്റങ്ങൾ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ നിർവാഹമില്ല. കേൾക്കുന്ന വിശ്വാസികളെ, അവസാനമായി ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചങ്ങ് നിർത്തട്ടെ. ഈ വന്നിരിക്കുന്ന സദസ്സിലുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെയും ID കാർഡില്ലേ നിങ്ങൾക്ക് ഉണ്ട്, റേഷൻ കാർഡില്ലേ നിങ്ങൾക്ക് ഉണ്ട്, പാസ്പോർട്ട് ഇല്ലേ നിങ്ങൾക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള പല ഐഡികളും ഇല്ലേ നിങ്ങൾക്ക് ഉണ്ട്. അതിലൊക്കെ നോക്കിയാൽ നിങ്ങളെ ബർത്ത്ഡേയുടെ ഡേറ്റ് കാണാൻ കഴിയും, അല്ലെ? ഇന്ന മാസമാണെന്ന് പറയാൻ കഴിയും, ഇന്ന തീയതിയിലാണെന്ന് പറയാൻ കഴിയും, ഇന്ന വർഷമാണ് എന്ന് പറയാൻ കഴിയും. അത് വെച്ച് ചിലപ്പോ തെളിയിക്കാൻ കഴിയും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് എനിക്ക് കാണാതെ അറിയാം. ഞാൻ ഇന്നുവരെ ഒരു ബർത്ത്ഡേയും ആഘോഷിച്ചിട്ടില്ല. കാരണം ഇന്നുവരെ ബർത്തായതില്ല ശേഷം ഒരു ബർത്തായ ഇബാദത്ത് ചെയ്യാത്ത ഞാനെങ്ങനെ, ഒരു ശരിയായ നിലക്കുള്ള ഇബാദത്ത് ചെയ്യാത്ത ഞാനെങ്ങനെ, പൂർണ്ണമാണെന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ സ്വബി പോലും കയ്യിലില്ലാത്ത ഞാനെങ്ങനെ, കഴിഞ്ഞുപോയ കാലയളവൊക്കെ എനിക്ക് കിട്ടിയ ഔദാര്യമാണെങ്കിൽ പോലും അല്ല, വരാനിരിക്കുന്ന കാലത്തും റബ്ബിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല എന്ന് വിശ്വസിക്കുന്ന എനിക്ക് കഴിഞ്ഞുപോയ കാലയളവിന്റെ പേരിൽ ഇബാദത്തും സമ്പാദില്ലാതെ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന എനിക്ക് എങ്ങനെ ബർത്ത്ഡേയുടെ പേരിൽ ആഘോഷിക്കാൻ കഴിയുള്ളൂ? അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ബർത്ത്ഡേയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല.
അതേ സ്ഥാനത്ത് എന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് എനിക്ക് കൃത്യമായി പറയാനറിയാം, എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളൂ. നിങ്ങൾക്കും ചിലപ്പോൾ കൃത്യമായി പറയാനറിയാം. ആ ബർത്ത്ഡേയുടെ ഡേറ്റ് പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ എഴുതിയിട്ടുണ്ട്, പലയിടങ്ങളിൽ എഴുതി കൊടുക്കാൻ നമുക്ക് കടപ്പാടായിട്ടുണ്ട്. എന്നാ നിങ്ങൾ അറിയോ, നമ്മളെ കരങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റാത്തൊരു ഡേറ്റ് ഉണ്ട്, നമ്മളെ കരങ്ങൾ കൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റാത്തൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് ഏതാണ് എന്നല്ലേ? നമ്മളെ ഡെത്തിന്റെ ഡേ. ആ മരണത്തിന്റെ ഡേറ്റിന് എഴുതി വെക്കാൻ എനിക്ക് നിർവാഹമില്ല, നിങ്ങൾക്ക് നിർവാഹമില്ല. ആ ഡെത്തിന്റെ ഡേറ്റ് എഴുതി കൊടുക്കണം. ആരെന്നറിയോ? നമ്മളെ മക്കൾ എഴുതി കൊടുക്കണം. എന്റെ ബാപ്പ മരിച്ചത് ഇന്ന ദിവസമാണ്. ഏത് മകനും എഴുതി കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടല്ലോ, അത് എഴുതിയതിന്റെ പേരിലാ എന്റെ മകന് എന്റെ സ്വത്ത് വീതിച്ചെടുക്കാൻ കഴിയുന്നത് കേട്ടോ. എന്റെ മകൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുന്നത് കേട്ടോ. നിങ്ങളുടെ മക്കള് നിങ്ങൾ സമ്പാദിച്ചതെടുക്കണമെങ്കിൽ നിങ്ങൾ ഡെത്തായ ഡേറ്റ് എഴുതി കൊടുക്കണം. ആ ഡേറ്റും അവൻ മനപ്പാടം പഠിച്ചു പോയി. കാരണം കിട്ടേണ്ട ഔദാര്യങ്ങൾ കിട്ടണമെങ്കിൽ പാപ്പാന്റെ ഡെത്ത് ഡേറ്റ് സർട്ടിഫിക്കറ്റിൽ എഴുതേണ്ട ഡേറ്റ് ഉണ്ടല്ലോ, അതവൻ മറന്നു പോകൂല. അല്ലെങ്കിലോ അങ്ങനെ അവകാശങ്ങൾ കിട്ടേണ്ട ആളുകളുടെ ഡെത്തിന്റെ ഡേറ്റ് അവന് മറന്നു പോകൂല. അതേ സ്ഥാനത്ത് നമ്മളെ കാര്യമാണെങ്കിലോ എന്റെ ഡെത്തിന്റെ ഡേറ്റ് എനിക്ക് പറയാനറിയൂല. എപ്പോഴാണ് മുസ്ലിയാരേന്ന് ചോദിച്ചാൽ രാത്രിയാണോ അറിയില്ല, പകലിലാണോ അറിയില്ല, നാളെയാണോ അറിയില്ല, മറ്റന്നാളാണോ അറിയില്ല. ഒന്നേ എനിക്കറിയൂ, ഇന്നലെ ഇരുന്നില്ല, ഇന്ന് മഗ്‌രിബിനായിരുന്നില്ല, ഈ കഴിഞ്ഞത് വരെ ആയിരുന്നില്ല. എന്നാ ഒന്നുകൂടി പറയട്ടെ, എനിക്ക് ആ ജനിച്ചു വീണ ഡേറ്റിൽ എന്തെങ്കിലും ബഹുമതി ഉണ്ടായാൽ അതിന്റെ പേരിൽ എനിക്കൊന്നും ദുന്യാവിൽ കിട്ടാൻ പോകുന്നില്ല. അതേ സ്ഥാനത്തെന്റെ മരണമുണ്ടല്ലോ, അതൊരു നല്ല ദിവസമായി കിട്ടിയാൽ, അതൊരു വെള്ളിയാഴ്ച രാവിലായി കിട്ടിയാൽ, അതും ഒരു ഇബാദത്തിൽ ലയിച്ച സമയത്തായി കിട്ടിയാൽ, അതും ഒരു നന്മയിൽ ലയിച്ച സമയത്തായി കിട്ടിയാൽ, അതും റബ്ബിനെ തഖ്വ ചെയ്തിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന സമയത്തായി കിട്ടിയാൽ, അതിലും വലിയ വിപ്ലവം വേറെ പറയാനില്ല. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, 10-35 കൊല്ലം ഞാൻ ജീവിച്ചിട്ട് പഠിച്ച റബ്ബേ, എന്റെ ജീവിതത്തിൽ ആ സമയത്ത് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ അത്ര ഇഖ്ലാസോടെ ഞാനന്ന് നിസ്കരിച്ചിരുന്നല്ലോ, അത്ര ഇഖ്ലാസോടെ ഞാൻ നോമ്പെടുത്തിരുന്നല്ലോ, അത്ര ഇഖ്ലാസോടെ ഞാൻ ഇബാദത്ത് ചെയ്തിരുന്നല്ലോ. ആ ദിവസമൊന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറയാൻ എന്റെ 30 അല്ലെങ്കിൽ നിങ്ങളോ 30, 35, 40 കൊല്ലത്ത്, 50 കൊല്ലത്ത്, 60 കൊല്ലത്ത് ഒരു ജീവിതത്തിൽ ഒരു ദിവസം കാണാൻ എനിക്കും നിനക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? അങ്ങനൊരു ദിവസത്തെ ചിന്തിച്ചിട്ട് ആ ദിവസം കാര്യം ഞാൻ മരിച്ചിരുന്നെങ്കിലും നല്ലൊരു ദിവസമാകുമായിരുന്നല്ലോ. അറഫയുടെ ദിനാണ്, പക്ഷേ അന്ന് പോലും എന്റെ ഇബാദത്ത് തികഞ്ഞു എന്ന് പറയോ. എന്റെ 35 കൊല്ലത്തെ അറഫയിൽ ഒരൊറ്റ അറഫ തികഞ്ഞത് പറയാൻ എന്റെ കയ്യിലില്ല, നിങ്ങളെ കയ്യിലില്ല, നമ്മളെ കയ്യിലില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, ഇനി ഒരു 35 സെക്കൻഡ് പോലും ജീവിക്കുമോ എന്ന് പറയാൻ, ഒരു 40 സെക്കൻഡ് ജീവിക്കുമോ എന്ന് പറയാൻ, ഒരു 40 ദിവസം ജീവിക്കുമോ എന്ന് പറയാൻ, ഒരു 4 മണിക്കൂർ ജീവിക്കുമോ എന്ന് പറയാൻ, ഒരു 4 ദിവസം ജീവിക്കുമോ എന്ന് പറയാൻ എനിക്കറിവില്ല എന്ന് പറയുന്നു, നിങ്ങൾക്കറിവില്ല എന്ന് പറയുന്നു. എന്നിട്ടും നമ്മൾ ആ മരണത്തെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ, അതിനുവേണ്ടി ഒരുങ്ങിയില്ലല്ലോ, അതിനുവേണ്ടി അധ്വാനിച്ചില്ലല്ലോ, അതിനുവേണ്ടി ഇബാദത്ത് ചെയ്തില്ലല്ലോ. ആ മരണത്തിന്റെ ശേഷം കിട്ടുന്ന ജീവിതത്തിൽ ഒരു വിജയം കിട്ടാൻ അമലുകൾ ചെയ്തില്ലെങ്കിലോ നമ്മളെക്കാൾ നാശം പിടിച്ചവനാരോ. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. കേൾക്കുന്ന വിശ്വാസികളെ,
ആ മരണത്തിന് വേണ്ടി ഒരു 40 ദിവസം നമുക്ക് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയോ എന്ന് ചോദിച്ചാലില്ല. 40 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തൃപ്തിയാകൂല. ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ഈമാനുള്ള വിശ്വാസികളെ, ഈ നാടിനി ഒരു കൊല്ലത്തിന്റെ അപ്പുറം ബാക്കിയാകൂല. ഞങ്ങൾക്ക് എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഒരു കൊല്ലത്തിന്റെ അപ്പുറം ഈ നാട് ബാക്കിയാകൂല എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ തീരുമാനിക്കോ ഇന്ന് ഒരു കൊല്ലം കൊണ്ട് മരിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കോ? ഇല്ല. നമ്മൾ അതിന് ഒരുങ്ങോ? ഇല്ല. നമ്മളെ മനസ്സത് അംഗീകരിക്കോ? ഇല്ല. അംഗീകരിച്ച് നമ്മൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാൻ ആ ഒരു കൊല്ലം നമുക്ക് മതിയാവോ? ഇല്ല. നമ്മളെ ജീവിതത്തിന്റെ കൊതി നമ്മൾ 1000 കൊല്ലം ജീവിച്ചാലും നമ്മളെ കൊതി മാറൂല. മരണം ഏത് സമയത്തെത്തൂന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പണത്തിലേക്ക് നമ്മളെ മനസ്സ് പോയി, ദുന്യാവിലേക്ക് മനസ്സ് പോയി, പെങ്ങന്മാരെ സ്വർണത്തിലേക്ക് മനസ്സ് പോയി, ഭൗതികതയിലേക്ക് മനസ്സ് പോയി. ഈ മനസ്സിനെ പിടിച്ചുകെട്ടി സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനസ്സാക്കി നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന ഏറ്റവും വലിയ കർമ്മത്തിന്റെ പേരാണ് വിശ്വാസികളെ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയാണ് എന്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബേ, അതിന് കാരണമാകുന്ന സദസ്സുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ സദസ്സുകളെയും നീ കബൂലാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കരുത് അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ വയലുകൾ